യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 65-ാം അധ്യായം 17-18 വാക്യങ്ങൾ. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം ആമേൻ 65-ാം അധ്യായം അതിൻ്റെ 17-18 വാക്യങ്ങൾ. ആരെങ്കിലും ഒന്ന് വായിക്കാമോ? വായിച്ചോ. ആമേൻ. മതി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 1-2 വാക്യങ്ങളൊന്ന് വായിച്ചാണ് വേഗത്തിൽ. കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 1-2 വാക്യങ്ങൾ. ആമേൻ. മതി. പ്രൈസ് ദി ലോർഡ്. എല്ലാ കണ്ണുകളും അടച്ചാട്ട് നിങ്ങൾ കർത്താവിനോടൊന്ന് പറഞ്ഞാൽ, കർത്താവ് എന്നോടൊന്ന് സംസാരിക്കണം. എൻ്റെ മുന്നിൽ ഇനിയും ഒരു 40 മിനിറ്റ് ഉണ്ട്. ഈ 40 മിനിറ്റിനുള്ളിൽ ദൈവം നിങ്ങളോടും നിങ്ങളുടെ സഭയോടും ആമേൻ ഇടപെടുന്ന ഇപ്പോൾ ഉള്ളതൊരു പ്രോഫറ്റിക്കൽ വേർഡാണ്. കർത്താവ് സഭയ്ക്ക് വേണ്ടി തരുന്നൊരു വേർഡാണ്, നിങ്ങൾക്ക് വേണ്ടി തരുന്നൊരു വേർഡാണ്. ഒന്ന് പ്രാർത്ഥിച്ചാട്ട് നിങ്ങൾ നിങ്ങളുടെ നെഞ്ചിലോട് ചേർത്ത് കരം വെച്ചാട്ട്, കർത്താവ് എന്നോട് ഇടപെടണമേ. ഒന്ന് പ്രാർത്ഥിച്ച് നിങ്ങൾ നെഞ്ചിലോട് ചേർത്ത് കരം വെച്ച് പരമാർത്ഥതയോട് ദൈവത്തോട് പറഞ്ഞാൽ, കർത്താവ് എന്നോടൊന്ന് ഇടപെടണമേ, എന്നോടൊന്ന് ഇടപെടണമേ. കർത്താവ് എൻ്റെ അവസ്ഥയോട് ഇടപെടണം. ഒന്നെല്ലാവരും നിങ്ങളൊന്ന് അനുസരിക്കാമോ? പലരും നെഞ്ചി കൈവയ്ക്കാതിരിക്കുക. ഞാൻ ആമേൻ ഒരു അധികാരത്തിൽ നിന്ന് പറയുക. നെഞ്ചി കൈവയ്ക്കുന്നതോട് പ്രത്യേകിച്ച് ആമേ മേളിൽ നിന്ന് കിട്ടാനൊന്നുമല്ല. അതൊരു സ്പിരിറ്റ് ഓഫ് ഒബീഡിയൻസ് ആണ്. ഒന്ന് പ്രാർത്ഥിച്ചാട്ട്, കർത്താവേ ഹല്ലേലൂയ, അപ്പാ ആമേ നിന്റെ സമയം നിന്റെ കൃപയിൽ ഞാൻ വീഴുന്നപ്പാ, നിന്റെ കരുണയിൽ ഞാൻ വീഴുന്നപ്പാ, നിന്റെ ദയയിൽ ഞാൻ വീഴുന്നപ്പാ. ഈ സഭ അങ്ങയുടെ കരങ്ങളിലേക്ക് തരുന്നു. ഇവരെ നീയാണ് ആമേൻ ഹല്ലേലൂയ തെരഞ്ഞെടുത്തത്. ഇവരെ നീയാണ് ഒരു കൂട്ടമാക്കി മാറ്റിയത്. ഇവരുടെ മേൽ നീയാണ് അഭിഷേകത്തെ പകർന്നത്. ഇവരുടെ മേൽ നീയാണ് ആത്മഭാരത്തെ പകർന്നത്. ഇവർക്ക് നീയാണ് ആത്മാക്കളെ നൽകിയത്. ഇന്ന് പകൽക്കാലം ആമേൻ നിൽക്കുന്ന ഓരോ നിമിഷവും ഈ സഭയ്ക്ക് വേണ്ടത് ആത്മാവിനോ കർത്താവ് പകർന്നു നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പാ ചിലരുടെ വിശ്വാസം വർദ്ധിക്കട്ടെ, ചിലരുടെ പ്രത്യാശ വർദ്ധിക്കട്ടെ, ചിലരുടെ ആത്മഭാരം വർദ്ധിക്കട്ടെ, ചിലരുടെ ആത്മസ്നേഹം വർദ്ധിക്കട്ടെ, ചിലരുടെ ആശ്രയം ദൈവാശ്രയം വർദ്ധിക്കട്ടെ, ചിലരുടെ ആമേൻ ദൈവവുമായിട്ടുള്ള ബന്ധത്തിന്റെ ആഴം വർദ്ധിക്കട്ടെ, ഇന്റിമസിയുടെ ലെവൽ ഒരു അപ്ഡേഷൻ ഉണ്ടാകട്ടെ, വചനത്തിന്റെ പരിജ്ഞാനത്തിന്റെ ആഴം വർദ്ധിക്കട്ടെ. അപ്പോൾ പരിമിതമായ സമയമാണ് എനിക്കുണ്ടെങ്കിലും ഇതിനകത്തൂടെ ആത്മമണ്ഡലത്തിൽ പരിശുദ്ധാത്മാവ് ചെയ്യുന്നത് ഈ സഭയുടെ ആന്തരിക മേഖലകളിൽ കാണുവാൻ, ഒരു ആരോഗ്യമുള്ള സഭയായി തീരുവാൻ, ആരോഗ്യമുള്ള ജനമേ വിശ്വാസികൾ ഇതിനകത്തുനിന്ന് ആത്മീയ ആരോഗ്യമുള്ള വിശ്വാസികൾ ഇതിനകത്ത് എഴുന്നേറ്റ് വരുവാൻ എൻ്റെ കർത്താവ് കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ. ഇതാ പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കുന്നു, മുമ്പിലത്തവ ആരും ഓർക്കുകയില്ല. ഇത് നമ്മൾ ഇന്ന് കാണുന്ന അക്ഷരീകമായ ഇസ്രായേലിനെ കുറിച്ചുള്ള പ്രവചനമാണ്. ഇത് നടന്നു കഴിഞ്ഞ പ്രവചനമാണ്. എന്താണ്? നടന്നു കഴിഞ്ഞ പ്രവചനമാണ്. ഇന്ന് കാണുന്ന ഇസ്രായേൽ ലോകത്തിന് ഇൻഫ്ലുവൻസ് ആയിട്ട്, ലോകത്തിനൊരു ത്രെട്ടായിട്ട്, ആർക്കും തൊടാൻ കഴിയാത്ത നിലവാരത്തിൽ എങ്ങനെ ഇസ്രായേൽ ഇരിക്കുന്നോ ആമേൻ അതുപോലെ നിന്നോടും എന്നോടും പറയുകയാണ് ആമേൻ, നീ ആമേൻ നിന്റെ ജീവിതം എത്ര പത്തറ്റിക് ആയാലും, എത്ര വെല്ലുവിളി ഉള്ളതായാലും, ഇന്ന് കാണുന്ന ഇസ്രായേൽ ചുറ്റും ശത്രുക്കളുണ്ട്, ആക്രമിക്കാൻ പലതുമുണ്ട്. പക്ഷെ അതിനിടയിലും നിന്നെ ഒന്നും വരുത്താതെ, ഒന്നും വരാതെ, നിന്നെ ഒരു ഉദാഹരണമായി മലമേലിരിക്കുന്ന പട്ടണമായി അവൻ നിന്നെ നിർത്തുവാൻ കർത്താവിന് കഴിയും. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ, ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നീ നോക്കുമ്പോൾ നിന്റെ ചുറ്റും ശത്രുക്കൾ കണ്ടോ. അവൻ ഇസ്രായേൽ ക്യാപ്റ്റിവിറ്റിയിൽ ഇരിക്കുമ്പോൾ, അല്ലെങ്കിൽ അടിമത്തത്തിൽ ഇരിക്കുമ്പോൾ പ്രവാചകൻ യെശയ്യാവ് പറയുകയാണ് അവൻ പുതിയ ആകാശം കർത്താവ് എന്ത് ചെയ്യാൻ പോകുന്നു? സൃഷ്ടിക്കാൻ. കണ്ടോ, ഇസ്രായേൽ എന്ന രാജ്യമില്ല, അവർ അടിമയായിട്ട് ബാബിലോണിയ സംസ്കാരത്തിന് അടിയിൽ ചിതറിക്കിടക്കുമ്പോൾ ഇതാ ഇസ്രായേലിനെ നോക്കി പറയുകയാണ്, ഇസ്രായേലേ ഞാൻ പുതിയ ആകാശം സൃഷ്ടിക്കും, ഇസ്രായേലേ പുതിയ ഭൂമിയെ സൃഷ്ടിക്കും. അതേ കർത്താവ് എഫേസ്യ ലേഖനത്തിലും കൊലോസ്യ ലേഖനത്തിലും ഗലാത്യ ലേഖനത്തിൽ കൂടെയൊക്കെ നമ്മോട് പറയുന്നു, ഇപ്പോൾ നാം ക്രിസ്തുവിലാണ്. ആരിലാണ്? കർത്താവിന്റെ ദാസൻ പറഞ്ഞു, നാം കർത്താവിൽ ക്രിസ്തുവിൽ ആലയമാണ്. ആരാണ് പറഞ്ഞേ? ഞാൻ ക്രിസ്തുവിൽ ആലയമാണെന്ന് പറഞ്ഞേ, ഞാൻ ക്രിസ്തുവിൽ മണവാട്ടിയാന്ന് പറഞ്ഞേ, ഞാൻ ക്രിസ്തുവിൽ ശരീരമാണെന്ന് പറഞ്ഞേ. ഒന്ന് കരമടിച്ച് അന്യഭാഷയിൽ അല്പസമയം കർത്താവിനെ ആരാധിച്ചാട്ടെ.
ഓ റമ ശഖരമന. കർത്താവേ, ക്രിസ്തുവിൽ ആലയമാണെന്ന വെളിപ്പാട് ആമേൻ ഇന്ന് രാത്രി, ഇന്ന് പകൽ ജനത്തിന്റെ അകത്ത് പകരപ്പെടണമേ. ക്രിസ്തുവിൽ മണവാട്ടി എന്ന വെളിപ്പാട് ജനത്തിന്റെ അകത്തേക്ക് പകരപ്പെടണമേ. ക്രിസ്തുവിൽ ശരീരമാണെന്നുള്ള വെളിപ്പാട് കർത്താവേ, പരിശുദ്ധാത്മാവേ, ഇവരുടെ അകത്ത് പകരം ചെയ്യണമേ. ഒരു ഹെഡ് നോളേജ് ആകാതെ ഒരു റെവലേഷനായി ഇവരുടെ അകത്തളത്തിൽ പരിശുദ്ധാത്മാവ് പകരം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജീസസ്. ആമേൻ. മണവാട്ടി, ആലയം, ശരീരം, ഇതെല്ലാം ക്രിസ്തു നമുക്ക് സൗജന്യമായി ചെയ്തു വെച്ച കാര്യങ്ങളാണ്. ഇതൊരു പൊസിഷണൽ ട്രൂത്താണ്. പക്ഷെ പ്രാക്ടിക്കൽ റിയാലിറ്റി ആകണമെങ്കിൽ യു ഹാവ് ടു വാക്ക് വിത്ത് ഹോളി സ്പിരിറ്റ്. നീ ആരോട് നടക്കണം? ആമേൻ. നീ ആലയമാണ്, ശരിയാണ്, കർത്താവിന്റെ ദാസൻ പറഞ്ഞു. പക്ഷെ ആലയമായിട്ട് എന്ത് ചെയ്യണം? പണിയപ്പെടണം. ആമേൻ. നീ മണവാട്ടിയായിട്ട് നീ നിന്നെ തന്നെ കാണണം. നീ അവയവമാണെന്നുള്ള നിലവാരത്തിൽ നിന്റെ സഭാജീവിതം ആമേൻ നീ മുന്നിൽ കൊണ്ടുപോകണം. ഇതിന് നിന്റെ ജഡശക്തി കൊണ്ട് പറ്റത്തില്ല. ആത്മാവിനാലുള്ള വിധേയത്വത്താലേ നടക്കത്തുള്ളൂ. ഹല്ലേലൂയ പറയാമോ? ഞാൻ പറഞ്ഞത് മനസ്സിലായോ? പലതും കർത്താവ് സൗജന്യമായി പൊസിഷനിൽ ചെയ്തു കഴിഞ്ഞു. നീ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, നീ പരിശുദ്ധാത്മാവിന് ഈൽഡ് ചെയ്യണം. നീ സഭയ്ക്കകത്ത് വരുമ്പോൾ നീ ആത്മാവിൽ ആരാധിക്കുന്നു, ആത്മാവിൽ സന്തോഷിക്കുന്നു, ആത്മശക്തിയിൽ ബലപ്പെടുന്നു. ഇത് കർത്താവിന് നിന്നോടുള്ള സ്നേഹമാണ്. ഈ സഭാജീവിതം കഴിഞ്ഞ് നീ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കർത്താവിന് ഒരു കാര്യം ചോദിക്കുന്നു. നെറ്റ് ഓഫ് ആക്കുന്നത് പോലെ നീ ഹോളി സ്പിരിറ്റിൽ ഓഫ് ആക്കിയാൽ, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് നീ കട്ടായി കഴിഞ്ഞാൽ നിന്നെ ശരീരമായി പണിയപ്പെടാൻ പറ്റത്തില്ല, ആലയമായിട്ട് പണിയാൻ പറ്റത്തില്ല, മണവാട്ടിയായിട്ട് പണിയാൻ പറ്റത്തില്ല. ഇതെല്ലാം ഒരു ഹെഡ് നോളേജ് ആകരുത്. ഹല്ലേലൂയ പറയാമോ? ഒരു പലർക്കും ദൈവവചനവും ദൈവവചന വെളിപ്പാടുകളും ഹെഡ് നോളേജ് ആണ്. ഹെഡ് നോളേജ് ആയാൽ കർത്താവിനൊന്നും ചെയ്യാൻ പറ്റില്ല. നീ റിയലൈസേഷൻ ആകണം, തിരിച്ചറിവാകണം. അറിവ് എപ്പോഴും എന്താവും? അഹങ്കാരിയാക്കും. എന്താക്കും? അറിവ് എപ്പോഴും വചനത്തിന്റെ ചീർപ്പ് നിങ്ങൾക്കറിയത്തില്ല. വചന വെളിപ്പാട് വർദ്ധിക്കും തോറും സ്പിരിച്വൽ പ്രൈഡ് വർദ്ധിക്കും. ഏറ്റവും വലിയ പ്രൈഡ് എന്താണെന്നറിയാമോ? ദേവാസന എന്താ സ്പിരിച്വൽ പ്രൈഡ്? എന്തുവാ? എനിക്ക് എത്ര പ്രൈഡുണ്ടെന്ന് എനിക്ക് അറിയാൻ പറ്റത്തില്ല. എനിക്ക് എത്ര സ്പിരിച്വൽ പ്രൈഡുണ്ടെന്ന് എനിക്ക് ആർക്കറിയാൻ പറ്റും? ദൈവദാസന് അറിയാൻ പറ്റും. തഴക്കം ചെന്ന് പണിയപ്പെട്ട ഹൃദയങ്ങൾക്ക് അറിയാൻ പറ്റത്തുള്ളൂ. ഇതൊരു സ്പിരിച്വൽ പ്രൈഡാണ്. സ്പിരിച്വൽ പ്രൈഡ് എന്ന് പറയുന്നത് നിനക്ക് അല്പമേ അറിയത്തുള്ളൂ, അധികം അറിയുന്നത് പോലെ ഭാവിക്കുന്നതാണ് സ്പിരിച്വൽ പ്രൈഡ്. അത് നിന്നെ ഒരു ഡിസപ്ഷനിലോട്ട് കൊണ്ടുപോകും. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് പറയുകയാണ്, നിന്റെ അകത്ത് ആത്മീയ നിഹളം എവിടെയെങ്കിലും കയറിയിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ച്, കർത്താവേ, എന്റെ അകത്ത് ഞാനെന്ന ഭാവത്തിനകത്ത് എനിക്കെന്ന ശുശ്രൂഷ, എനിക്കെന്ന അംഗീകാരം, എനിക്കെന്ന പണം, എനിക്കെന്ന അധികാരം, ഇതിനകത്തൂടെ കയറിയ എല്ലാ സ്പിരിച്വൽ പ്രൈഡിനെയും ഞാൻ ബ്രേക്ക് ചെയ്യുന്നു. നിങ്ങളായാലും ഞാനായാലും താടി വളർന്ന ഷേവിയണ്ടേ എന്ന് പറഞ്ഞതുപോലെ ഞാൻ ദൂതനെ കാണുന്ന ആത്മീയനായാലും ശരി, എന്നും രാവിലെ കർത്താവിനെ വിസിറ്റ് ചെയ്യുന്ന വ്യക്തിയായാലും ശരി, സ്പിരിച്വൽ പ്രൈഡ് താടി വളരുന്ന പോലെ എന്ത് ചെയ്യും? പറഞ്ഞേ, വളരും. ഇത് നീ എന്തോ ചെയ്യണം? വചനമെന്ന കണ്ണാടിയുടെ മുന്നിൽ നിന്ന് എന്ത് ചെയ്യണം? ഷേവ് ചെയ്യണം. അപ്പാ, എനിക്ക് മറ്റുള്ളവരെ ശ്രേഷ്ഠരായിട്ട് കാണാൻ പറ്റുന്നില്ലപ്പാ, മറ്റുള്ളവരെ വിലപ്പെട്ടതായിട്ട് കാണാൻ പറ്റുന്നില്ലപ്പാ. സഭയിൽ വരുന്നു, ഞാൻ പോകുന്നു, ഒരു ഷേക്കൻഡ് കൊടുക്കാതെ, മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ കേൾക്കാതെ ഞാൻ പോവുക. ചില വ്യക്തികൾ സ്പിരിച്വൽ പ്രൈഡ് കൊണ്ട് അങ്ങനെ ചെയ്യും. ചില വ്യക്തികൾ ഫിയർ കൊണ്ട് മനുഷ്യരോട് മിണ്ടാതെ മക്കളെയും. ഞാൻ ഇങ്ങനെയൊക്കെ പറയണമെന്ന് കരുതിയതല്ല, ഇതൊക്കെ സഭയ്ക്കകത്ത് ഉള്ളതായിരിക്കും. അല്ലെങ്കിൽ കർത്താവ് എന്നെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കത്തില്ല. ഇവിടെ കർത്താവ് പറയുകയാണ്, യെശയ്യാവിൽ കൂടെ പറയുകയാണ്, പുതിയ ആകാശത്തെ ആര് സൃഷ്ടിക്കും? പഴയ നിയമത്തിൽ ദൈവം സൃഷ്ടിക്കുമെന്ന് പറഞ്ഞു ഇസ്രായേൽ സൃഷ്ടിച്ചു. പുതിയ നിയമത്തിൽ ക്രിസ്തുവിൽ ഒരു വലിയ പദവിയിലാക്കി വെച്ചിരിക്കുന്ന നീയും ഞാനും നിന്റെ എൻവയറമെന്റിൽ നീ ആത്മാവിൽ ആശ്രയിച്ചുകൊണ്ട് പുതിയ ആത്മമണ്ഡലത്തെ സൃഷ്ടിപ്പാൻ നീ തയ്യാറാകണം. എന്താ ചെയ്യണം? പുതിയ ആത്മമണ്ഡലത്തെ സൃഷ്ടിക്കണം. നമുക്കറിയാം, നമ്മുടെ കയ്യിലൊക്കെ മൊബൈലുണ്ട്. ഈ മൊബൈൽ വൈഫൈയിൽ ഇട്ട് കിടന്നുറങ്ങിയാൽ രാവിലെ എന്താ സംഭവിക്കുന്നത്? വൈഫൈയിൽ ചാർജ് ഉള്ള മൊബൈൽ രാവിലെ നോക്കണം, അപ്ഡേറ്റഡ് എന്ന് കാണിക്കും. അറിയാവോ? അങ്ങനെ അറിയത്തില്ലേ? ഞാൻ കുറച്ച് നാളിന് മുമ്പേ എൻ്റെ ഫോൺ, ഒരു പുതിയ ഫോൺ 2 മാസം കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ബ്ലാക്ക് ഔട്ടായി. ഞാൻ നേരെ സാംസങ്ങിൻ്റെ ഷോറൂമിൽ കണ്ടു, ചോദിച്ചു, സാറേ ഇത് പുതിയ ഫോണാണ്, ഞാൻ ഇവിടുന്ന് മേടിച്ചുകൊണ്ട് പോയതാ, ഇത് ബ്ലാക്ക് ഔട്ടായി.
പുള്ളി ഒരു ചോദ്യം ചോദിച്ചു, ഈ അപ്ഡേഷന് വേണ്ടി ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് വരാറുണ്ടോ? ഞാൻ പറഞ്ഞു വരാറുണ്ട്. അപ്പോൾ സാർ എന്ത് റെസ്പോൺസാണ് കൊടുത്തത്? ലേറ്റർ എന്നാണോ കൊടുത്തത്? അതെ. ഓ, ഒത്തിരി ലേറ്റർ ആക്കിയല്ലേ? എന്തുവാ ഞാൻ പറഞ്ഞ തലയിൽ കത്തുന്നുണ്ടോ ആർക്കെങ്കിലും? കത്തുന്നുണ്ടോ? ഉണ്ടോ? ആമേ. ഒത്തിരി ലേറ്റർ ആക്കല്ല. എന്ത് ചെയ്യരുത്? ഒത്തിരി ലേറ്റർ ആക്കി എന്തായി പോകും? ബ്ലാക്ക് ഔട്ടായി പോകും. ചില കൂട്ടായ്മകളിൽ നിന്നെ കറക്റ്റ് ചെയ്യാൻ പരിശുദ്ധാത്മ പറയുന്നത്, നീ ഭാവം കാണിച്ചിരിക്കരുത്. നീ വിനയത്തിൽ റിസീവ് ചെയ്യണം. നീ വിനയത്തിൽ റിസീവ് ചെയ്യണം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മ ശക്തമായിട്ട് പറയുകയാണ്, നീ അപ്ഡേറ്റ് ചെയ്യപ്പെടാൻ സഭയ്ക്കകത്ത് വന്നിരിക്കുന്നത്. നീ അപ്ഗ്രേഡ് ചെയ്യപ്പെടാൻ സഭയ്ക്കകത്ത് വന്നിരിക്കുന്നത്. നീ ഇമ്പാർട്ടൻഷൻ പ്രാപിക്കാനാ സഭയ്ക്കകത്ത് വന്നിരിക്കുന്നത്. നീ കറക്റ്റ് ചെയ്യപ്പെടാനാ സഭയ്ക്കകത്ത് വന്നിരിക്കുന്നത്. നീ ബലപ്പെടാനാ സഭ വന്നിരിക്കുന്നത്. നീ കാഴ്ചക്കാരനല്ല, നീ മതത്തിന് വേണ്ടി സഭ വന്നതല്ല. നിന്റെ ദൈവം സഭയ്ക്കകത്ത് കൊണ്ടുവന്നത് അപ്ഡേറ്റ് ചെയ്യാനോ, ഇമ്പാർട്ട് ചെയ്യാനോ, ഫിൽ ചെയ്യാനോ, റീചാർജ് ചെയ്യാനോ, ഷിഫ്റ്റ് ചെയ്യാനോ. ഒരു ഹല്ലേലൂയ പറയാമോ? കരമടിച്ച് അല്പസമയം കർത്താവിനെ ആരാധിച്ചാണ്. എല്ലാവരും കരമടിച്ചു. ഇന്ന് പകൽ പരിശുദ്ധാത്മാ പറയുക, ഇന്ന് പകൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു പുതിയ ആത്മമണ്ഡലം നിനക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് നിന്നിൽ കൂടെ ചെയ്തെടുപ്പാൻ എന്റെ കർത്താവ് ആഗ്രഹിക്കുക. ജീസസ്. ഹലോ ഇറങ്ങിപ്പോകുന്ന ബ്രദർ എന്ന് വിളിച്ച് ഒരു ദൂത് പറയാനുണ്ട് അവനോട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു വരും. നീ കാഴ്ചക്കാരനല്ല മകനെ, നിന്റെ മേലൊരു പുതപ്പ് വീഴാനുണ്ട്. നീ കാത്തിരിക്കണം. നീ ഉടമ്പടിയുടെ വേലക്കാരനാ. നിന്നെ ഒരു ആക്കി വെച്ച ആലയത്തിനകത്ത് വിശ്വസ്തയോടെ നിന്നാൽ ദൈവാത്മാവ് വരയ്ക്കുന്നത് പോലെ ചിലത് വരച്ചിടുന്നത് പോലെ നിന്റെ ആത്മതലത്തിൽ വരച്ചിട്ടിട്ട് സഭയ്ക്ക് നീ മഹത്വമാകും, കുടുംബത്തിന് മഹത്വമാകും. നീ ചിലതിനെ എഴുന്നേൽപ്പിക്കുവാൻ കരുത്തുള്ളവനാകും. യേശുവിന്റെ നാമത്തിൽ ഈ ദൂത് ഞാൻ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ജീസസ്. താങ്ക് യു ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇസ്രായേലിനോട് ദൈവം പറയുകയാണ്, നീ എന്തോ ചെയ്യണം? ഞാൻ എന്ത് ചെയ്യാൻ പോവാ? പുതിയ ആകാശം സൃഷ്ടിക്കും. പഴയ നിയമത്തിൽ ദൈവം സൃഷ്ടിക്കും, പക്ഷെ പുതിയ നിയമത്തിൽ ആര് സൃഷ്ടിക്കണം? നീ പരിശുദ്ധാത്മാവായിട്ട് കോപ്പപ്പ് ചെയ്യണം. ഹല്ലേലൂയ. മോനെ നീ ഇങ്ങോട്ട് വാ. വന്ന പാടേ എൻ്റെ അടുത്തോട്ട് വരിക. ഇടയ്ക്ക് ഇങ്ങോട്ട് കം വിത്ത് മീ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഈ പരിശുദ്ധാത്മാവായിട്ട് കോപ്പറേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ലാംഗ്വേജ് ആരെ പോലെ ആകുക? പറഞ്ഞേ. ആരെ പോലെ ആകണം? ഇവനെ പോലെ ആകണം. ഇവൻ വന്നിരുന്നപ്പോഴേ എൻ്റെ അടുത്തോട്ട് വന്ന് ഇങ്ങനെ കൊഞ്ചി. ഞാൻ ഇവനെ നോക്കി പ്രാർത്ഥിച്ചു, കർത്താവേ ഇവൻ കാലഘട്ടത്തിൻ്റെ അഭിഷക്തനാണ്, രാജ്യങ്ങളുടെ അഭിഷക്തനാകണം, ഇവൻ ദേശങ്ങളുടെ ശബ്ദമാകണം, ഇവൻ ദാവീദിനെ പോലെ കിന്നരമെടുക്കുന്നവനാകണം, ഇവൻ മഹത്വം കൊണ്ടുവരുന്നവനാകണം. നിന്നിൽ കൂടി പുതിയ ആത്മമണ്ഡലം ദൈവാത്മാവ് സൃഷ്ടിക്കുന്ന എങ്ങനെയാണെന്നറിയാമോ? നീ ശിശു ആകുമ്പോഴാ. ആരാകുമ്പോഴാ? പ്രൈസ് ദി ലോർഡ്. ഇതുപോലെ ആയാൽ മതി. ശിശു ആകും തോറും ഒരു ഗുണമുണ്ട്. നമ്മൾ എന്തോ ചെയ്യും? നമുക്ക് എടുക്കാനൊക്കെ തോന്നും, അല്ലേ? ഇനി കൊഞ്ചാൻ തോന്നാറുണ്ടോ? ഒരു ഉമ്മ കൊടുക്കാൻ തോന്നാറുണ്ടോ? ഇത്രയേ ഉള്ളൂ പരിശുദ്ധാത്മാവ്. ഇറ്റ്സ് വെരി സിമ്പിൾ. പരിശുദ്ധാത്മാവിന് ആവശ്യം യു ബി ലൈക്ക് എ ബേബി, യു ബി ലൈക്ക് എ ചൈൽഡ്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ യെശയ്യാവിനോട് പറഞ്ഞത് നടന്ന ചരിത്രമാണ്. ക്രിസ്തു മൂലം ഇന്ന് ഈ സഭയോട് പറയുന്നു, നിന്റെ വീട്ടിൽ നടക്കേണ്ട ചരിത്രമാണ്. ഈ സഭ മൂലം ദേശത്ത് നടക്കേണ്ട ചരിത്രമാണ്. ആമേൻ. നിന്റെ ഭൗമിക മണ്ഡലം കണ്ടോ, പുതിയ ആകാശത്തെ സൃഷ്ടിച്ചാൽ മാത്രമേ എന്ത് സൃഷ്ടിക്കാൻ പറ്റത്തുള്ളൂ? ഒന്നുകൂടെ വായിച്ചേ, ആ വാക്യം ഒന്നുകൂടെ വായിച്ചേ. ആമേൻ. ശ്രദ്ധിക്കണം, നമ്മുടെ എല്ലാവരുടെയും പ്രശ്നം ഏത് മാറാനാ? ഏതാ? അല്ല, പുതിയ ഭൂമി ഉണ്ടാകാനാണ് നമ്മൾ കഷ്ടപ്പെടുന്നത്. എന്താ? പുതിയ വീട് വേണം, പുതിയ വണ്ടി വേണം, എല്ലാം പുതിയത് വേണം, അല്ലേ? എല്ലാം പുതിയത് വേണം. എവറിത്തിങ് വി വോണ്ട് ന്യൂ. പക്ഷെ നോബഡി വോണ്ട് ന്യൂ സ്പിരിച്വൽ റിലം. എന്താ? നോബഡി വോണ്ട്. ആർക്കും എന്ത് വേണ്ട? പുതിയ സ്പിരിച്വൽ റിലം. രണ്ട് കാര്യം പറയാം. ഒന്ന്, നീ ഒറ്റയ്ക്കിരുന്ന്
നിന്റെ കുടുംബത്തിൻ്റെയും നിന്റെ തലമുറയുടെയും ആത്മീയ ഭാവിക്ക് വേണ്ടി ഒരു പുതിയ ആത്മമണ്ഡലം ഉണ്ടാക്കണം. നീയല്ല ഉണ്ടാക്കുന്നത്, ചേർന്ന് നിന്ന് അത് കർത്താവ് ഉണ്ടാക്കും. ഞാൻ വചനത്തിൽ കൂടെ പറഞ്ഞു തരാം. 2, വളരെ ഈസിയായ ഒരു കാര്യം പറയാം. സഭയ്ക്കകത്ത് ഉഡായിപ്പ് കാണിക്കാതെ സബ്മിസീവായാൽ മതി. പ്രൈസ് ദി ലോർഡ്. സഭയ്ക്കകത്ത് ഞാനൊരു പാസ്റ്ററായിട്ടിരിക്കുക 10 വർഷമായി. ആമേൻ. ട്രിവാൻഡ്രത്ത് ഒരു പുതിയ വേല ഒരു കർത്താവിൻ്റെ ദാസൻ ഇപ്പോൾ ഏൽപ്പിച്ച് തുടങ്ങിയിട്ടുണ്ട്. ചെന്നൈയിലും തുടങ്ങിയിട്ടുണ്ട്. എൻ്റെ സഭാനുഭവങ്ങളിൽ കൂടെ ഞാൻ പറയാം. എൻ്റെ ചർച്ചിനകത്ത് മത്സരിക്കാതെ, ഷാഢ്യത കാണിക്കാതെ, യൂദാപ്പണി കാണിക്കാതെ, എന്നോട് വലിയ പ്രാർത്ഥനാ ജീവിതവും ഇല്ല, വലിയ ആത്മീയ ആഴമൊന്നും അറിയത്തില്ല, പക്ഷെ എന്നോട് എന്ത് ചെയ്യുന്നുണ്ട്? എന്നോട് ഈ അമ്പർലക്കകത്തോട്ട് മിണ്ടാതെ കയറി നിൽക്കുന്നവർ അവരുടെ ആത്മതലങ്ങളും ഭൗമിക തലങ്ങളും മാറുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. വിശ്വാസികളെ, നിങ്ങൾക്ക് 5 മാസം ശമ്പളം ഇല്ലാതിരിക്കുമ്പോൾ നിങ്ങൾ ഭയങ്കര ആത്മീയരാകും. ആമേൻ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ വേണ്ടപ്പെട്ട വ്യക്തിക്ക് ജോലി ഇല്ലാതിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ആത്മീയരാകാൻ പറ്റും. ഞാൻ ഒരു കാര്യം ചോദിക്കുന്നു, നിങ്ങൾക്കെല്ലാം മെച്ചമായിരിക്കുമ്പം, നിങ്ങളെല്ലാം നന്നായി ദൈവം നിങ്ങളെ നടത്തുമ്പം, ഒറ്റ ചോദ്യം ചോദിക്കും, നിങ്ങൾക്ക് അനുസരണത്തോടെ നിൽക്കാൻ പറ്റുന്നുണ്ടോ? ആമേൻ. 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 കീഴ്പ്പെടലോ നിൽക്കാൻ പറ്റുന്നുണ്ടോ? ആമേൻ. ഒന്ന് നീ വ്യക്തിപരമായ ആത്മമണ്ഡലത്തെ സൃഷ്ടിക്കുവാൻ കർത്താവ് നിന്നെ ആഗ്രഹിക്കുന്നു. അല്ല, ആമേൻ, നിന്നെ ഒരു സമയം വരെ, ആമേൻ, ആ മേഖലയെക്കുറിച്ച് നിനക്ക് തിരിച്ചറിവില്ലെങ്കിൽ പേടിക്കണ്ട. ഒരു കുടയ്ക്കകത്ത്, ഒരു ആത്മതലത്തിനകത്ത്, ഒരു സഭാ ദർശനത്തിനകത്ത്, ഒരു അഭിഷേകത്തിനകത്ത് നീ ഒന്ന് ഫ്രീ, ആമേൻ, ഒബീഡിയന്റ് ആയിട്ട് നിന്നാ മതി. നീ പോലും അറിയാതെ നിനക്ക് വേണ്ടി പുതിയ ആത്മമണ്ഡലം തുറന്നു വരും. ഒരു ഹല്ലേലൂയ പറയാമോ? ശബ്ദത്തിൽ ഒരു ഹല്ലേലൂയ പറയാമോ? ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ഒരു ബിഗ് ടോപ്പിക്കാണ്. ഇന്ന് ദൈവസഭയോട് പരിശുദ്ധാത്മാവ് പറയുന്നു, ഒരു പുതിയ ഭൗമിക തലം തരും. ആമേൻ. പലരും വിസിറ്റ് വന്നിട്ടുണ്ട്, ജോലിക്കാണ്. പലർക്കും പുതിയ ഭൗമിക തലം വെളിപ്പെടണമെന്ന് ആഗ്രഹമുണ്ടോ? എൻ്റെ ഭൗമിക അവസ്ഥയ്ക്ക് പുതുമ വേണമെന്ന് ആഗ്രഹിക്കുന്നൊരു കൈപൊക്കിയേ. എനിക്കുണ്ടെന്ന്, എനിക്കുണ്ടെന്ന് 5 എണ്ണം വളർന്നു വരുന്നുണ്ട്. എൻ്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയത്തില്ല, എനിക്കേ അറിയത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ആമേൻ. ഒരു വ്യത്യസ്ത വെളിപ്പാടോടെ എൻ്റെ തലമുറകൾ നിൽക്കണം ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ആമേൻ. നമ്മൾ നമ്മുടെ തലമുറകളെ കുറിച്ച് നല്ല ആഗ്രഹങ്ങൾ വെക്കുന്ന ദൈവത്താലാണ്. പക്ഷെ ഇതെങ്ങനെ വെളിപ്പെടുന്നേ? പൈസയാണോ? പൈസ അല്ല. ബ്ലെസ്സിങ് ഇസ് നോട്ട് മണി. ബ്ലെസ്സിങ് ഇസ് അവൈലബിൾ ഫോർ ഹോളി സ്പിരിറ്റ്. ആമേൻ. റിയൽ ബ്ലെസ്സിങ് എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? നീ എന്ന വ്യക്തിത്വം ഹോളി സ്പിരിറ്റിന് അവൈലബിൾ ആകുമ്പോൾ that is called true blessing. ഇന്ന് പകൽക്കാലം കർത്താവ് പറയുന്നു, ഒരു പുതിയ ആത്മമണ്ഡലം സൃഷ്ടിപ്പാൻ ഹോളി സ്പിരിറ്റ് നിന്റെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നു, നിന്റെ കുടുംബജീവിതത്തിൽ ആഗ്രഹിക്കുന്നു. ആമേൻ. നീ ഒറ്റയ്ക്കായിരിക്കുക. വിശ്വാസി വന്നത്, ഡോണ്ട് വറി. നീ സൃഷ്ടിക്കുന്ന നിന്റെ ജീവിതത്തിൽ ദൈവം സൃഷ്ടിക്കുന്ന ആത്മമണ്ഡലം നിന്റെ മുഴുവൻ കുടുംബത്തെ വിശ്വാസി കൊണ്ടുവരും. ആമേൻ. നിന്റെ വീട് മുഴുവൻ ചാർച്ചക്കാരെ കൊണ്ടുവരും, നിന്റെ മുഴുവൻ ദേശത്തെ കൊണ്ടുവരും. ഇന്ന് പകൽക്കാലം കർത്താവ് പറയുന്നു, യു ക്രിയേറ്റ് സ്പിരിച്വൽ. ആമേൻ. 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 നിന്നോട് ദൈവം പറയാം. അവൻ്റെ പേരെന്താ? യു ഫേബ. ദൈവത്തിനോട് പറയുക, നീ വലിയ ആത്മമണ്ഡലം സൃഷ്ടിക്കപ്പെടാൻ വിളിച്ചത്. നീ പരിശുദ്ധാത്മാവിൽ സെൻസിറ്റീവ് ആവുക. ഹി വിൽ ടോക്ക് ടു യു ലൈക്ക് എ ബെസ്റ്റ് ഫ്രണ്ട്. പ്രൈസ് ദി ലോർഡ്. നിന്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടിന് നിന്നോട് സംസാരിക്കുന്നതിനേക്കാളും അപ്പുറമായിട്ട് ദൈവം നിന്നോട് വചനത്തിൽ കൂടെ സംസാരിക്കും. കർത്താവിൻ്റെ ആത്മാവ് യോഹന്നാൻ്റെ സുവിശേഷം വായിക്കണം. അത് നിനക്ക് ഇഷ്ടമുള്ള സുവിശേഷങ്ങളിൽ ഒന്നാണ്. ആണോ അല്ലയോ? ആമേൻ. കർത്താവ് പറയുന്നു, ആ ഇഷ്ടമുള്ള സുവിശേഷം നിന്റെ ഉള്ളിൽ ഇഷ്ടം പതിപ്പിച്ചത് അതിനകത്ത് നിന്ന് പുതിയ മർമ്മങ്ങൾ പ്രാപിക്കാനാണ്, പുതിയ വെളിപ്പാട് പ്രാപിക്കാനാണ്. ആമേൻ. നീ വെളിപ്പാടോട് കൈവയ്ക്കുന്നവർ കർത്താവിനെ അറിയും. നിന്റെ കണ്ണിന് മുൻപിലായിരിക്കത്തില്ല, ദൂരെ ദീർഘവീക്ഷണത്തിൽ ദൈവം ചെയ്തെടുക്കും. നിന്റെ മേൽ ആത്മഭാരം നിന്റെ മുഖമുദ്രയായിരിക്കും. നീ സുവിശേഷ ആത്മാവുള്ളവളായിരിക്കും. അടുത്ത തലമുറയിൽ ദൈവസഭയുടെ ആമേൻ ബിൽഡേഴ്സിന്റെ ഒപ്പത്തിനൊപ്പം നിൽക്കാൻ പരിശുദ്ധാത്മാവ് നിന്നെ കണ്ടിരിക്കുന്നു. നിന്നെ അതിനു വേണ്ടി ദൈവം ഒരുക്കുന്നു. ദൈവാത്മാവ് ആലോചന പറയുക. ജീസസ്. ആമേൻ. പുതിയ ആത്മമണ്ഡലം നമ്മെ കർത്താവ് എങ്ങനെ സൃഷ്ടിക്കുന്നേ? ഞാൻ അതുകൂടെ പറയാം. ഇത് പറയണമെങ്കിൽ ഒത്തിരി സമയം വേണം. എങ്ങനെ സൃഷ്ടിക്കുന്നേ? നമ്മളിൽ കൂടെ പരിശുദ്ധാത്മാവ് ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്. വലിയ റിജക്ഷൻസിനകത്തൂടാണ് കർത്താവ് പുതിയ ആത്മമണ്ഡലം പണിയുന്നത്. ഏതാ റിജക്ഷൻ അനുഭവിച്ചവർ ഒന്ന് കൈപോക്കിയാട്ടെ. ബാക്കി ആരും അനുഭവിച്ചിട്ടില്ലേ?
റിജക്ഷൻ അനുഭവിച്ചില്ല അതേ ഉള്ളൂ. ഇങ്ങനെ പാസ് മാർക്ക് വാങ്ങിച്ചു വന്ന് ഇവിടെ നിൽക്കുക കർത്താവിൻ്റെ കൃപയാൽ. പ്രൈസ് ദി ലോർഡ്. റിജക്ഷൻ അനുഭവിക്കാത്ത ആരേ ഉണ്ടോ? പെട്ടെന്ന് റിജക്ഷൻ എപ്പോൾ വരുമെന്ന് ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല. ഏത് മൊമെൻറ്റ് വരുമെന്ന് ചോദിച്ചാൽ അറിയത്തില്ല. ഞാൻ ഇവിടെ വന്നിട്ട് ദൈവാസനെ തോണ്ടി നോക്കി, ദേവാസൻ വളരെ ശ്രദ്ധിക്കുന്നില്ല, വേറെ വചന ശ്രദ്ധയില്ല, കൈ തരുന്നില്ല. എനിക്ക് പെട്ടെന്ന് റിജക്ഷൻ അടിച്ചു. ഉള്ള കാര്യം പറയാ. ഞാൻ ചിന്തിക്കും ഇതേ എന്തോ മനുഷ്യനെ ഒന്ന് തിരിഞ്ഞു നോക്കുന്നില്ലല്ലോ. ഇതെന്റെ അനുഭവമാ. ഞാനിത് ഉള്ള കാര്യം പറയാനുള്ള പെണ്ണങ്ങല്ലേ. റിജക്ഷൻ എപ്പോഴാണ് അടിക്കാത്തേ? നമ്മൾ പറയാം ഈഗോ അടിച്ചെന്ന് പറയത്തില്ലേ, കേട്ടിട്ടുണ്ടോ? ന്യൂജൻ വാക്കുകൾ എന്താ ഈഗോ ഇല്ലേ, പറയാറില്ലേ? നിങ്ങളൊക്കെ വിശുദ്ധമായി പറയത്തുള്ളായിരിക്കും. ഈഗോ അടിച്ചു. ആമേൻ. റിജക്ഷൻ എപ്പോഴാ വരാത്തെ? എപ്പോഴും വരും, മരണം വരെ വരും. പക്ഷെ ഇത് പരിശുദ്ധാത്മാവി ഹാൻഡിൽ ചെയ്യണം. ആമേൻ. റിജക്ഷൻ തരുന്ന മുറിവ് ചെറുതല്ല, വലുതാ. എൻ്റെ 4-ാം വയസ്സിൽ അമ്മ മരിച്ചു. എൻ്റെ പിതാവ് തമിഴ്നാട്ടുകാരനാണ്. എൻ്റെ പിതാവ് തമിഴ് കൾച്ചർ, മാതാവ് മധ്യ തിരുവിതാംകൂർ കൾച്ചർ. 4-ാം വയസ്സിൽ അമ്മ മരിച്ചിട്ട് 4 വയസ്സ് തൊട്ട് 18 വയസ്സ് വരെ 13 വീട്ടിൽ നിന്ന് വളർന്നു. റിജക്ഷൻ ഉണ്ടായിരുമോ? റിജക്ഷൻ്റെ PhD ആണ് ഞാൻ. റിജക്ഷൻ്റെ PhD ആണ് ഞാൻ. എന്നെക്കാൾ RSD എടുത്തിട്ട് ഇവിടെ ഇരിപ്പുണ്ട്. നിങ്ങൾ ചിരിക്കുമ്പോഴൊക്കെ ഇങ്ങനെ പിടിവിട്ടാച്ചിരിക്കുന്നത് പറഞ്ഞു പോയാലോ. ഇങ്ങനെ ഇടയിൽ നിന്നൊക്കെ കൈതൂട്ടി ദൂത് പറഞ്ഞ് എന്നെ പിടിച്ചപ്പോൾ നാണക്കെടണ്ട. ചില ആൾക്കാർ എടുത്ത് പ്രാർത്ഥന, കർത്താവേ എന്നോട് പറയില്ല, വഴിയിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് ദൂത് പറഞ്ഞെങ്കിൽ എന്നോട് അങ്ങനെ ഇവിടെ ഇരിക്കുന്നവരുണ്ട്. റിജക്ഷൻ അകത്ത് കൊണ്ടുവരുന്നത് ഫിയർ, ഇമാജിനേഷൻ കൊണ്ടുവരും, ഭയത്തിന്റെ ഭാവന കൊണ്ടുവരും, പക കൊണ്ടുവരും. ഞാൻ എന്തല്ലാണോ ഞാൻ അല്ലാത്തതായിട്ട് ഞാനൊക്കെ ഭാവന കാണും. ആമേൻ. ഞാൻ ഈ പറഞ്ഞ കാര്യം മനസ്സിലാക്കാൻ വരുന്നുണ്ടോ? ഉണ്ടോ? അതിനകത്താണ് കർത്താവ് പുതിയ ആത്മമണ്ഡലം സൃഷ്ടിക്കുന്നത്. നീ അനുഭവിക്കുന്ന റിജക്ഷൻ നീ പിശാചിന്റെ കൈ കൊടുത്താൽ നീ പിശാചിന്റെ ഒരു ബെസ്റ്റ് ടൂളാകും. ഇപ്പൊ ഉദാഹരണം, അലക്സ് പാസ്റ്റർ എന്നും വന്ന പച്ചാനൊക്കെ ഉദാഹരണമാണേ. ജോഷുവ അങ്ങ് പിടിക്കാം, പേടിയാ ഉദാഹരണം പിടിക്കാം. അല്ലെങ്കിൽ നാളെ പറഞ്ഞുണ്ടാക്കും, അച്ചോട്ട് തൂ അച്ചാനോട് പറഞ്ഞെന്ന് പറയും. ഈ ജോഷുവ മോൻ ഇവിടുത്തെ വിശ്വാസിയെ എന്നും കൈ കൊടുത്തു, എല്ലാ ആഴ്ചയും കൈ കൊടുത്തു. 3 ആഴ്ച കഴിഞ്ഞതിന് ശേഷം ജോഷുവായ മൈൻഡ് ചെയ്യുന്നില്ല അച്ചായൻ, വേറെ അച്ചായൻ അങ്ങ് മൈൻഡ് ചെയ്യുക. അപ്പോൾ ആർക്ക് പെയിനായി? അപ്പം അകത്തുനിന്ന് ഈ സാധനം എന്ത് ചെയ്യും? പോകും. ഇത് പിശാചിൻ്റെ കൈ കൊടുത്ത അങ്ങേര് പണ്ട് അങ്ങനെയൊന്നും അല്ലായിരുന്നു, അങ്ങേര് പണ്ട് അങ്ങനെയൊന്നും, അയ്യോ മിണ്ടരുത്, പണ്ട് വന്ന് കയറി അവിടുന്ന് എന്നെ എടുത്തുകൊണ്ട് വരുമായിരുന്നു, ഇപ്പം അങ്ങേർക്ക് എന്നെ നോക്കാൻ പോലും എൻ്റെ കൂടെ വരുന്നുണ്ട് ആൾക്കാർ. ഹല്ലേലൂയ. സ്പിരിറ്റ് ഓഫ് റിജക്ഷനെ നീ സ്പിരിറ്റ് ഹാൻഡിൽ ചെയ്യണം, നീ സോളിൽ ഹാൻഡിൽ ചെയ്യരുത്. ആമേൻ. ഞാൻ ഈ ദൈവദാസൻ അറിഞ്ഞിട്ട് പോലുമില്ല, ദൈവദാസൻ അറിയാതെ എനിക്ക് റിജക്ഷൻ അടിച്ചത് ഞാൻ സ്പിരിറ്റ് ഹാൻഡിൽ ചെയ്തു. എങ്ങനെ ഹാൻഡിൽ ചെയ്തു? എനിക്കത് ഈ ദൈവദാസൻ ആരാന്ന് എനിക്ക് അറിയത്തു പോലും കേട്ടോ. എനിക്കൊരു ഉദാഹരണം പറയണമെങ്കിൽ ഇങ്ങനെയൊക്കെ എടുക്കാനേ പറ്റത്തുള്ളൂ, വേറെ ഒന്നും എടുക്കാൻ പറ്റത്തില്ല. ഇതിന് തനതായ വചനമൊക്കെ ഇടുന്ന തലേ കയറത്തൊന്നുമില്ല, ജീവിത അനുഭവങ്ങൾ എന്ന് പറഞ്ഞാലേ പറ്റുള്ളൂ. ആണോ അല്ലയോ? ഞാൻ എന്തുകൊണ്ട് നിമിഷ നേരങ്ങൾക്ക് എനിക്കുണ്ടായ അനുഭവം പറഞ്ഞു, നിങ്ങളെ ഒന്ന് കാണാനാണ്, നിങ്ങളെ പിശാച് ട്രാപ്പിലാക്കാതിരിക്കാനാണ്. ഹല്ലേലൂയ പറയാമോ? ശ്രദ്ധിക്കണം, ഈ സ്പിരിറ്റ് ഓഫ് റിജക്ഷൻ നമ്മുടെ ഭാവനാ ലോകത്ത് വരുന്ന ചിന്തകളെ ഞാൻ കാണണം. ആര് കാണണം? ഞാൻ കാണണം. വാക്യം വായിച്ചാട്ടെ, ഉൽപ്പത്തി പുസ്തകത്തിലോട്ട് വന്നാട്ടെ. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ 13-ാം അധ്യായം 14-ാമത്തെ വാക്യം. ஆமென். ரொம்ப நன்றி சிஸ்டர். ஆண்டவர் உங்களை ரொம்ப ஆசீர்வதிப்பாங்க. யார் சொன்னது? அந்த கை கொஞ்சம் ஒத்துங்களா? ஆண்டவர் ரொம்ப ஆசீர்வதிப்பாங்க உங்களை. தமிழ் குரல் கேட்கும்போது சந்தோஷமா தான் இருக்கு. ஹல்லேலூயா. അതൊന്ന് മലയാളത്തിൽ കൂടെ ഒന്ന് വായിക്കാമോ ആരെങ്കിലും പ്ലീസ്? ആമേൻ. ആ ആ
ആ ശ്രദ്ധിക്കണം, തല പൊക്കണം. എന്ത് വേണം? ഈ റിജക്ഷൻ അടിക്കുമ്പോൾ നമുക്ക് എന്താ സംഭവിക്കുന്നത്? ഈ തല താഴ്ത്തുക എന്ന് പറഞ്ഞാൽ മണ്ണി നോക്കുക എന്നാ. എവിടെ നോക്കുക? തിങ്കിങ് ലൈക്ക് എ വേൾഡ്ലി പീപ്പിൾ. യേശു പുതിയ നിയമത്തിൽ ആലയത്തിൽ വന്നു, കൂന് പിടിച്ച സ്ത്രീയെ നിവർത്തി. ഇന്ന് കൂന് സഭകളുണ്ട്, തെറ്റിയിരിക്കരുത്. ഇന്ന് കൂന് വിശ്വാസികളുണ്ട്. കൈവച്ച് നിന്റെ കൂന് സൗഖ്യമാക്കാൻ കർത്താവ് അഭിഷക്തന്മാരെ ഉപയോഗിക്കുന്നുണ്ട്. അത് വേണം, ആവശ്യമാണ്. പക്ഷെ അതിനേക്കാളും ഏറ്റവും വലിയ കൂനാണ് ആത്മീയ കൂന്. എന്തോ പറഞ്ഞാലും തലേ കയറില്ല, എന്തോ പറഞ്ഞാലും ജോർജ് കുട്ടിയിലേ നമ്മൾ ചിന്തിക്കത്തുള്ളൂ. പറഞ്ഞ മനസ്സിലായോ? ജോർജ് കുട്ടി നമ്മുടെ കിട്ടിയോ? ഓ, അവർക്ക് പറഞ്ഞു പൈസ, കാസ്, ഫുലൂസ് അറഫിന്റെ പ്രൈസ് ദി ലോർഡ്. അപ്പൊ എന്ത് കണ്ടാലും നമ്മൾ എങ്ങനെ ചിന്തിക്കത്തുള്ളൂ? ആമേൻ. ഞാൻ ഈയിടയ്ക്ക് ഒരു ദിവസം പറഞ്ഞു, ദശാംശം കർത്താവിന് വേണ്ടി മാറ്റി വയ്ക്കണം. അപ്പം ഒരു വിശ്വാസി വന്ന് പറഞ്ഞു, പാസ്റ്റർ ഞാൻ ആരാധന ചെയ്യുന്ന ടാക്സി ഫെയറും അന്ന് കുടിക്കുന്ന ചായ എല്ലാം ദശാംശത്തിൽ കൂട്ടാറുണ്ടെന്ന്. എൻ്റെ കർത്താവേ, ആ പാസ്റ്റർ തലേ കൈവച്ചു. അല്ല, അതെല്ലാം കർത്താവിന് വേണ്ടിയല്ലയോ ഞാൻ ആലയത്തിൽ പോന്നേ? എടാ, നീ നിന്റെ ലൈഫിനകത്ത് നീ തറയെ നോക്കുന്ന വ്യക്തിയാകല്ലേ. നീ എവിടെ നോക്കണം? പ്രൈസ് ദി ലോർഡ്. റിജക്ഷൻ വരുമ്പോൾ, റിജക്ഷൻ നമുക്ക് തരുന്ന ഞാനൊരു കാര്യം പറയാം. അതിൻ്റെ അനന്തരഫലങ്ങൾ പറയാം. കമ്പാരിസൺ കൊണ്ടുവരും, കോമ്പറ്റീഷൻ കൊണ്ടുവരും. ഇത് നമ്മെ ഡിസപ്ഷനിലോട്ട് നയിക്കും. അതാണ് തലകുനിയ എന്ന് പറയുന്നത്. ഫ്രണ്ട്സ് തരുന്ന റിജക്ഷൻ എന്ത് ചെയ്യും മോളെ? ഫ്രണ്ട്സ് റിജക്ഷൻ എന്ത് ചെയ്യും? ഇതൊക്കെയല്ലേ വരുന്നത്? അല്ല, ഞാൻ നിന്നോടാ ചോദിച്ചത്. ഫ്രണ്ട് നമ്മളെ റിജക്ട് ചെയ്ത് എന്തോ ചെയ്യും? വൺ ഓഫ് ദ ബെസ്റ്റ് ഫ്രണ്ട് നമ്മൾ റിജക്ട് ചെയ്ത് എന്ത് ചെയ്യും? എന്നിട്ട് കമ്പയർ ചെയ്യും. ആ ഫ്രണ്ട് മറ്റൊരായിട്ട് മിണ്ടുന്നതായിട്ട്. അവൾ ഇന്നലെ വരെ എന്നോട് മിണ്ടി, ഇപ്പം എന്ത് ചെയ്യുന്നില്ല. പിന്നെ ആരോട് കോമ്പറ്റീഷൻ വരും? മുറിച്ച വ്യക്തിയോട്. പിശാച് ഇങ്ങനെ നമ്മളെ ഡിസെപ്റ്റ് ചെയ്യും. ആം എ റൈറ്റ് ഓർ റോങ്? ഞാൻ ചുമ്മാ പറയില്ല. ഐ എം സ്പീക്കിംഗ് ഫ്രം ദ ലൈഫ്. 21 വർഷം സുവിശേഷ വേലയ്ക്ക് അകത്തുനിന്ന് ഞാൻ പറയുക, എൻ്റെ ജീവിതാനുഭവങ്ങൾ എന്ന് പറയുക. റിജക്ഷൻ്റെ കൂമ്പും കൂടാരവുമായിരുന്ന വ്യക്തിയാണ് എന്നെ ദൈവം സ്വർഗസ്ഥലങ്ങളിൽ വിശുദ്ധ സംഘം തുറന്ന സ്വർഗ ദൂതന്മാർ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു. എനിക്ക് എന്നെ ഒരു റിജക്ഷനും തൊടാൻ പറ്റത്തില്ലെന്ന് ആത്മവെളിപ്പാടിൽ കർത്താവ് എന്നെ നയിക്കുന്നത് കൊണ്ടാണ് ഞാൻ ആത്മാവിൽ ധൈര്യത്തോടെ പോകുന്നത്. എന്നെ UAE റിജക്ട് ചെയ്താലും, ഇവിടുത്തെ സഭകൾ റിജക്ട് ചെയ്താലും, ഇവിടുത്തെ അഭിഷക്തന്മാർ റിജക്ട് ചെയ്താലും, ഇവിടുത്തെ ഉന്നതന്മാർ റിജക്ട് ചെയ്താലും, എന്നെ ഈ ലോകത്തെ ഒന്നും വെച്ചല്ലോ കർത്താവ് എന്നെ അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നത്. യേശു ക്രിസ്തു മൂലം പുത്രത്വത്തിൽ എന്നെ വലിയൊരു അക്സെപ്റ്റൻസിനകത്ത് ആക്കി വെച്ചിരിക്കുകയാണ്. ജീസസ്. ഭർത്താവിൻ്റെ അക്സെപ്റ്റൻസ്, ഭർത്താവ് എന്നെ അംഗീകരിക്കാൻ കൃപ കൊടുക്കണേ. നീ പ്രാർത്ഥിക്കുന്ന ആൾ അക്സെപ്റ്റ് ചെയ്യും. മറ്റന്നാൾ വീണ്ടും തദൈവ, പിന്നെ വീണ്ടും 3 ഇരിക്കും. അധികാരികളുടെ ഉള്ളിൽ എനിക്ക് അക്സെപ്റ്റൻസ് തരണേ. തീർച്ചയായിട്ടും 2 ദിവസം കഴിയുമ്പോൾ അവൻ അക്സെപ്റ്റ് ചെയ്യും. 3-ാം ദിവസം വീണ്ടും ആരാവും? വീണ്ടും പഴയ ആളാവും. വ്യക്തി മാറിയാലും, വ്യക്തിയുടെ ഇമോഷൻസ് മാറിയാലും, വ്യക്തിയുടെ അപ്രോച്ച് മാറിയാലും, നിന്നെ മാറ്റാതെ നിർത്തുന്ന ഒരു അപ്രോച്ച് ദൈവം തരണം. ഇന്ന് പകൽക്കാലം ദൈവസഭയോട് പറയുന്നു, നിന്റെ തലയെ പൊക്കാൻ ദൈവത്തിന് ആഗ്രഹമുണ്ട്. ഇവിടെ ഇരിക്കുന്ന പലരും ഞാൻ ഈ മെസ്സേജ് ഇവിടെ വന്നതിന് ശേഷം കമ്പി വാചകം പോലെ ആത്മാവ് തന്ന ദൂതുകൾ പടപടോന്ന് എഴുതി വെച്ചതാണ്. ഇന്നലെ രാത്രി ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ പ്രിപ്പയർ ചെയ്തത് 1 കൊരിന്ത്യർ 16-13 പക്ഷെ ഇന്ന് ഇവിടെ വന്നപ്പോൾ പടപടപടോന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു, ഇവിടെ സ്പിരിറ്റ് ഓഫ് റിജക്ഷൻ ചലിക്കുന്നുണ്ട് പലരുടെ മേൽ. നിന്റെ വീട്ടിന്റെ പ്രശ്നം, നിന്റെ കമ്പനിയുടെ പ്രശ്നം, നിന്റെ പിതാവിന്റെ കുടുംബത്തിന്റെ പ്രശ്നം, നിന്റെ മാതാവിന്റെ കുടുംബത്തിന്റെ പ്രശ്നം, നിന്റെ ഭാര്യ വീടിന്റെ പ്രശ്നം, നിന്റെ ഭർത്താവിന്റെ വീടിന്റെ പ്രശ്നം, നിന്റെ ഓഫീസിലെ പ്രശ്നം വേറൊന്നുമല്ല. നീ സ്പിരിറ്റ് ഓഫ് റിജക്ഷൻ നിന്റെ അകത്ത് വന്നിട്ട് പ്രൈസ് ദി ലോർഡ് നിന്നെ കുനിയിപ്പിക്കുക. റിജക്ഷൻ എന്ന് പറഞ്ഞ തിരസ്കരണം, അതൊരു സ്പിരിറ്റാണ്. ഇവിടെ പ്രൈസ് ദി ലോർഡ് ദൈവം അനുവദിച്ചു. ദൈവം അനുവദിക്കുന്ന ചില തിരസ്കരണങ്ങളുണ്ട്. എന്തുണ്ട്? പ്രൈസ് ദി ലോർഡ്. ദൈവം അനുവദിക്കുന്നതും പിശാച് കയറി ചെയ്യുന്നതും നീ ഡിസേൺ ചെയ്യണം. കൃപാവര ശുശ്രൂഷകൾ നമ്മൾ ദൈവത്തിൽ നിന്ന് പ്രാപിക്കണമെന്നുള്ളത് ദൈവം നമ്മൾക്ക് കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യമാണ്. പക്ഷേ പ്രവചനവരം നമുക്ക് വേണം. പക്ഷെ ഏറ്റവും വലിയ വരം നമുക്ക് വേണ്ടത് ആത്മാവിനെ വിവേചിക്കണം.
ആമേൻ. ഞാൻ പറഞ്ഞു പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇവിടെ വന്നിരുന്നപ്പോൾ എനിക്ക് റിജക്ഷൻ ഫീൽ ചെയ്തു. ആ അഭിഷക്തനോ ഞാനല്ല തെറ്റുകാര്. ഇവിടെ വ്യാപരിക്കുന്ന വ്യക്തികളിൽ വ്യാപരിക്കുന്ന ഒരു സ്പിരിച്വൽ റിലമാണ്. ആമേൻ. അതിനെ പരിശുദ്ധാത്മാവ് എന്നെ കൊണ്ട് സെൻസ് ചെയ്യിച്ചതാണ്. കർത്താവ് പറഞ്ഞു, നോ 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 നോ. ആമേൻ. ഇവിടെ ചിലർ റിജക്റ്റഡ് ആണ്. അവിടെ എൻവയറമെന്റ് കൊടുക്കുന്ന സിറ്റുവേഷൻസ്, അവിടെ ഫാമിലി ലൈഫിൽ, അവരുടെ മക്കളിൽ നിന്ന്, അവരുടെ ജോലി സ്ഥാനങ്ങളിൽ നിന്ന് അവരനുഭവിക്കുന്ന റിജക്ഷൻ കാരണം അവരുടെ തല കുനിഞ്ഞിരിക്കുക. ആമേൻ ആമേൻ. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് പറയുക, ആ കുനിഞ്ഞ തലേ ഇന്ന് പകൽ കർത്താവ് ഒന്ന് പൊക്കാൻ ആഗ്രഹിക്കുക. ജീസസ്. കേട്ടോ, അബ്രഹാമെ, നിന്നെ ദൈവം വിളിച്ച എന്തിനു വേണ്ടിയിട്ടാ? എന്തിനു വേണ്ടിയിട്ടാ? കാലഘട്ടത്തിന്റെ മാത്രമല്ല, ക്രിസ്തു മൂലം സകല ജാതികളും അനുഗ്രഹിക്കപ്പെടുവാൻ ഒരു വലിയ വെസലായിട്ടാണ് കണ്ടിരിക്കുന്നത്. നിന്നെ കണ്ടതിന്റെ ആഴം നിനക്കിന്ന് പറഞ്ഞ മനസ്സിലാകത്തില്ല. ഇന്ന് പകൽക്കാലം അതേ നിങ്ങളോട് ഞാൻ പറയുകയാണ്, ക്രിസ്തു മൂലം അല്പകാലം ഈ ഭൂമി ജീവിക്കുന്നു. നിന്നെ കർത്താവ് കണ്ടിരിക്കുന്നതിന്റെ ആഴം നിനക്കിന്ന് മനസ്സിലാകത്തില്ല. നീ പരിശുദ്ധാത്മാവിൽ സെൻസിറ്റീവായിട്ട് നിന്ന്, പരിശുദ്ധാത്മാവിൽ നീ സെൻസിറ്റീവായിട്ട് നിന്നാൽ നിന്നോട് പരിശുദ്ധാത്മാവ് പറയുക. നീ ആത്മാവിൽ സെൻസിറ്റീവായാൽ നിന്റെ അകത്തുള്ള വിളിയുടെ ശ്രേഷ്ഠത ഞാൻ നിന്നെ കാണിച്ചു തരും. ഒരിക്കലും പകരാത്ത പകർച്ചകൾ നിന്റെ മേൽ വരും. രാജ്യങ്ങൾക്കും ദേശങ്ങൾക്കും നീ അനുഗ്രഹമാകും. ആമേൻ. നശിച്ച കുലത്തെ കെട്ടിപ്പൊക്കുന്ന, ആമേൻ, നശിച്ച ദേശങ്ങളെ കെട്ടിപ്പൊക്കുന്ന ഒരു ആത്മ പകർച്ച നിന്റെ മേൽ, ആമേൻ, അടുത്ത 6 മാസത്തിനുള്ളിൽ കർത്താവ് പകരാൻ ആഗ്രഹിക്കുന്നു. നിന്റെ റിജക്ഷൻസിനെ നീ ഹോംവർക്ക് ചെയ്യ്. ആമേൻ. നിന്റെ കോംപ്ലക്സുകളെ നീ ഹോംവർക്ക് ചെയ്യ്. ആമേൻ. നിന്റെ ബിറ്റർനെസ്സുകളെ നീ ഹോംവർക്ക് ചെയ്യ്. അതിനകത്ത് മറഞ്ഞിരിക്കുന്ന ആത്മപകർച്ചകൾ ഉണ്ടെന്ന് പരിശുദ്ധാത്മാവ് ആലോചന പറയുകയോ. എല്ലാവരും കരമടിച്ച് ഒന്ന് കർത്താവിനെ ആരാധിച്ചാട്ടെ. തല താഴ്ത്തി വയ്ക്കുന്ന പൈശാചിക മണ്ഡലം അഴിച്ചുവിടുന്ന റിജക്ഷൻസ് കൂടെ നിന്റെ തല കുനിഞ്ഞെങ്കിൽ ആത്മാവ് പറയുന്നു, ദൈവം തന്റെ ദൂതനെ അയച്ച് നിന്റെ തല ഉയർത്തുവാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കണ്ടോ, അബ്രഹാമേ, നീ ഇറങ്ങി തിരിച്ചത് വലിയ കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ? ആണ്. അതിൻ്റെ ആഴം നിനക്കറിയാമോ? നിനക്കറിയത്തില്ല, എനിക്കറിയാം. നീ തല കുനിച്ചാൽ നിനക്കല്ല പ്രോബ്ലം, എനിക്കാ പ്രോബ്ലം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ദൈവം അനുവദിക്കുന്ന ചില റിജക്ഷൻസിനകത്ത് നീ പണിയപ്പെട്ടാൽ നിന്റെ അടുത്ത ആത്മതലം, അടുത്ത ആത്മീയ തലങ്ങൾ, അല്ലെങ്കിൽ നെക്സ്റ്റ് സ്പിരിച്വൽ സീസൺ നീ കൊയ്യുന്ന തലമായിരിക്കും. ആമേൻ. ശ്രദ്ധിക്കണം. ലോത്ത് പോയി. ലോത്ത് എങ്ങോട്ടാ പോയേ? ലോത്തിന് ആത്മാവിൽ കാര്യങ്ങളെ കാണാൻ അറിയത്തില്ല. ലോത്തിന്റെ കണ്ണ് നീരോട്ടം ഉള്ളത് കണ്ടു. ഞാൻ ചോദിക്കട്ടെ, അബ്രഹാമിന് അവിടെ തൻ്റെ മേൽ കിടക്കുന്ന സ്പിരിച്വൽ പൊസിഷൻ വെച്ചും തൻ്റെ ചേട്ടനെന്ന അധികാരം വെച്ചും ധൈര്യത്തോടെ എടാ ഞാൻ ഇങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞൂടെ? പറയാമോ? പക്ഷെ അബ്രഹാം പറഞ്ഞോ? എന്തുകൊണ്ട് പറഞ്ഞില്ല? കർത്താവിനെ കണ്ടവൻ വിട്ടുകൊടുക്കുന്നവനാവും. എങ്ങനെയാവും? വിട്ടുകൊടുക്കാറുണ്ടോ? ഉണ്ടോ? നമുക്ക് വിട്ടുകൊടുക്കുന്ന കൃപയില്ലെങ്കിൽ വണ്ടി ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കണം. എന്തോ ശ്രദ്ധിക്കണം? അല്ല, ഞാൻ എൻ്റെ അനുഭവത്തിൽ ഞാനിതെല്ലാം പറയുന്നെങ്കിൽ ഞാനും പച്ച മനുഷ്യനാണ്. നിങ്ങൾ ചിന്തിക്കില്ല ഞാൻ ദൂതനാണെന്നും ചിന്തിക്കരുത്. അയ്യോ, എനിക്ക് ഇപ്പം മത്തിയുടെ മണം അടിച്ച വായി വെള്ളം വരും. അയ്യോ, നമ്മളെല്ലാവരും ചിന്തിക്കുന്ന ഈ അഭിഷേകമുള്ള ശുശ്രൂഷന്മാർ ഇവിടെ നിൽക്കുമ്പോൾ ദൂതന്മാരാകുകയാണ്. സോറി, പച്ച മനുഷ്യരാണ്. ഓഫ് കോഴ്സ്. ഞാൻ റിയാലിറ്റി പറയുന്ന ആളെ എന്നോട് പിണങ്ങല്ലേ? ആമേൻ. ശ്രദ്ധിക്കണം, ഞാൻ വണ്ടി ഓടിക്കുമ്പം ചില ആൾക്കാർ ഇങ്ങനെ വെച്ച് പിടിപ്പിക്കുന്നതാണോ അവൻ്റെ ഫ്രണ്ടിൽ കൊണ്ട് വെച്ചിട്ട് ലൈറ്റ് അടിച്ചു കൊടുക്കാൻ എന്ത് രസമാണെന്നറിയാമോ? നിങ്ങളല്ല, എൻ്റെ കാര്യമാണ്. നിങ്ങളെല്ലാവരും വിശുദ്ധരും, ഞാൻ ഭാവിയാ. അല്പനേരം ഞാൻ ക്രൂശി കിടക്കട്ടെ, നിങ്ങളെങ്കിലും വിടുവിക്കപ്പെടുമല്ലോ. സ്വത്രം. ആമേൻ. നീ വിട്ടുകൊടുക്കുന്നവനാണോ? ചിലരോട് ദൈവാത്മാവ് ശക്തമായിട്ട് പറയുന്നു. ചില സഹോദരിമാർ പറയുന്നത് എന്ത് ചെയ്യണം? എന്തോ വേണം? നീ ഇപ്പം വിട്ടുകൊടുത്തിട്ട് നാളെ ഡൈവോഴ്സിൽ പോയി നിൽക്കും. വിട്ടുകൊടുക്കാൻ തയ്യാറാണോ? ഞാൻ തലേ കൈ വയ്ക്കുന്നില്ല, ഞാൻ കണ്ണുകളിൽ നോക്കിക്കോളാം. എന്തോ വേണം? ഒന്ന് വിട്ടുകൊടുക്കുക. എന്ത് വേണം? ഒന്ന് വിട്ടുകൊടുക്കുക. എന്ത് വേണം? നിന്റെ ഫെമിനിസം ഒക്കെ പഠിച്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ നിനക്ക് നിന്റെ റൈറ്റും കാര്യങ്ങളൊക്കെ ചിന്തിച്ച് തലയിലൊക്കെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിനക്ക് അത് ലോകത്തിൻ്റെ സിസ്റ്റമാണ്. നീ വീട് പണിയുന്നതാണെങ്കിൽ ചേർന്ന് നിൽക്കും. നീ ചേർന്ന് നിന്നാൽ ചേർത്ത് പിടിക്കും. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ.
ആമേൻ. ഈ കാലഘട്ടത്തിൻ്റെ വലിയ പ്രശ്നം എന്ന് പറയുന്നത് സ്ത്രീ സുരക്ഷയുടെ അറിവുകൾ ജനത്തിന് ലഭിച്ചു. നല്ല കാര്യം, തെറ്റല്ല, തെറ്റല്ല. സഹോദരിമാരെ കൊണ്ട് കർത്താവിന് ചെയ്യാൻ കഴിയുന്ന സാധ്യതകൾ കുറച്ചുകൂടെ വെളിച്ചമായി. പക്ഷെ ഇതിനിടെ കൂടെ ഭൂതം കൂടെ കയറി. എന്തോ കയറി? അച്ഛൻ ഇന്നലെ പാത്രം കഴിയുന്നു, ഞാൻ കഴുകൂല. ഇതില്ല, ഇന്ന് ഞാൻ അവനും കഴുകത്തില്ല. നീ 2 ദിവസം കൂടെ കഴുകി കൊടുത്തേ അവൻ 3-ാം ദിവസം വന്ന് കഴുകും. സ്വതന്ത്രം ചെയ്താട്ടെ. ഒരു ഹല്ലേലൂയ പറയാമോ? ഒരു ഹല്ലേലൂയ പറയാമോ? വിട്ടുകൊടുക്കാൻ തയ്യാറാണോ? ദൈവാത്മാ സഭയോട് പറയുക, വിട്ടുകൊടുക്കാൻ തയ്യാറാണോ? നിന്റെ ബോസിനോടുള്ള മത്സരം വിട്ടുകൊടുക്കാൻ തയ്യാറാണോ? ആമേ, നിന്റെ ഡിപ്പാർട്ട്മെന്റ് ഹെഡിനോടുള്ള, ആമേ നിന്റെ അപ്പനോടുള്ള, നിന്റെ അമ്മയോടുള്ള, ആമേ നിന്റെ സഭയോടുള്ള, നിന്റെ പിതൃഭവനത്തോടുള്ള, നിന്റെ മാതൃഭവനത്തോടുള്ള എവിടെയോ ഇരുട്ടുകൾ ആമേ ആമേ വിട്ടുകൊടുക്കാൻ ദൈവാത്മാ പറയുന്നു. നീ വിട്ടുകൊടുത്തില്ലെങ്കിൽ ആമേ നിന്നെ കൊണ്ട് ദൈവം വിട്ടുകൊടുപ്പിക്കുന്ന അവസ്ഥയിലേക്ക് നിന്നെ എത്തിക്കും. നീ വിട്ടുകൊടുക്കുക. നീ വിട്ടുകൊടുത്താൽ ആമേ നീ വിലയേറിയവനാകും. നീ വിട്ടുകൊടുത്തേ മതിയാ. ഇന്ന് പകൽക്കാലം ദൈവസഭയോട് പരിശുദ്ധാത്മാ പറയുന്നു, ചില ലോത്തുകളെ നീ വിട്ടുകൊടുത്തോളാം. എന്തോ വേണം? ഒന്ന് നെഞ്ചെ കൈവച്ച് പറഞ്ഞേ, ഞാൻ ചിലതിനെ വിട്ടേ പറ്റൂ, ഞാൻ ചിലതിനെ വിട്ടുകൊടുത്തേ പറ്റൂ. ഒന്നുകൂടെ പറഞ്ഞു, ഞാൻ ചിലതിനെ വിട്ടുകൊടുത്തേ പറ്റൂ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇത് ദൂതായി പരിണമിച്ചവർക്കായി സ്തോത്രം. ഇനി നിന്നോട് ദൈവത്തിന് ആധികാരിക സ്നേഹം ഉണ്ടെങ്കിൽ, അവന് നിന്നെക്കുറിച്ച് വലിയ പദ്ധതിയുടെ ചിത്രമുണ്ടെങ്കിൽ, നീ വിട്ടുകൊടുത്തില്ലേ ദൈവം പറിച്ചെടുത്ത് കളയും. പ്രൈസ് ദി ലോർഡ്. ദൈവം എന്ത് ചെയ്യും? അതിൻ്റെ ആവശ്യമുണ്ടോ? അബ്രഹാമേ, നിന്നെയാണ് ദൈവത്തിന് ആവശ്യം. നീ ഒറ്റ ഒരുത്തൻ്റെ പേരിനകത്തൊരു ജാതിയുണ്ട്. ലോകത്തെ മുഴുവൻ അനുഗ്രഹിക്കാതിരിക്കുന്ന മർമ്മ ഇരുപുണ്ട്. നിന്റെ അകത്തുള്ള ആത്മീയ ഭാഷ, നിന്റെ അകത്തുള്ള ആത്മീയ വിളി, നിന്റെ തെരഞ്ഞെടുപ്പിന്റെ ശ്രേഷ്ഠത, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ലോകം അറിയത്തില്ല, ദൈവത്തിനറിയാം. ആമേൻ. നിന്നെ അതുപോലെ ആൾക്കാർ അളക്കുന്നില്ല. നിനക്ക് ലഭിച്ച ആത്മീയ ആഴം അളക്കുന്നില്ല. നിനക്ക് ലഭിച്ച ആത്മീയ എരിവ് അളക്കുന്നില്ല. നിനക്ക് ലഭിച്ച ആത്മീയ ദാഹം അളക്കുന്നില്ല. ഡോണ്ട് വറി, ലീവ് ദം. ഗോ ഹെഡ്. അവർക്ക് അവരുടെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കുക. നീ വിട്ടുകൊടുത്ത നിന്നെ വിലയേറിയവനാക്കും ദൈവം. പ്രൈസ് ദി ലോർഡ്. ഞാൻ വിശ്വസിക്കുന്നു, അപ്പ വിട്ടുകൊടുത്തപ്പം കർത്താവ് ഒരു പ്രത്യേക കൃപ ഇട്ട് കൊടുത്തു കാണും. വീട്ടിൽ 300 അഭ്യാസികളെ ഒരുക്കുവാൻ. ഹല്ലേലൂയ. ആമേൻ. വീട്ടിൽ എന്ത് ചെയ്തു? ആമേൻ. ഇവൻ വിട്ടുകൊടുത്തു ലോത്തിനേക്ക്. ഈ ലോത്ത് അവിടെ ചെന്നിട്ട് എറണാകുളം ഭാഷ പറഞ്ഞ പണ്ടാരടങ്ങി എന്ന് പറയും. തെറ്റിയിരിക്കല്ലേ, ഇങ്ങനെയൊക്കെ പറഞ്ഞൊന്നും തെറ്റിയിരിക്കരുത്. അവിടെ ചെന്ന് കട്ടകാലം തുടങ്ങി. 5 രാജാക്കന്മാർ എന്ത് ചെയ്യാണ്? വാന്നെടുത്തിട്ട് ഇടിക്കുക. അപ്പോഴിതാ അച്ചാച്ചൻ ഒറ്റയ്ക്കാണ് പോയെ. വിട്ടുകൊടുത്തവന്റെ കൂടെ കരുത്തുള്ളവന്മാർ വരും. യേശുവിൻ നാമത്തിൽ ദൂത് വിളിച്ചു പറയുക, ആമേൻ. നീ വിട്ടുകൊടുക്കുന്നവനാണെങ്കിൽ നിന്റെ കൂടെ യുദ്ധാഭ്യാസികൾ, ദേശത്തിന്റെ ഇരുട്ടിന്റെ ശക്തികളെ കീഴ്മേൽ മറിക്കുന്ന അഭ്യാസികളെ പരിശുദ്ധാത്മാവ് നിന്റെ കൂടെ അടുപ്പിക്കുമെന്ന് ദൈവാത്മാവ് സഭയോട് ദൂത് പറയുക. ഇന്ന് വരെ ഞാൻ പറഞ്ഞിട്ടില്ല ഈ ആലോചന, ഒരിക്കൽ പോലും ഞാൻ ചിന്തിച്ചിട്ടില്ല. ഇത് നിങ്ങളോട് പറയുമ്പോൾ എനിക്കുള്ള ദൂതാണ്. ഞാൻ ചിലതിന് വിട്ടുകൊടുത്താൽ, ആമേൻ, അടുത്ത സീസണിൽ ആമേൻ വിട്ടുകൊടുക്കുന്നതല്ല, ആമേൻ, കൂടെ നിൽക്കുന്ന, വെറുതെ നിൽക്കുന്ന, ആമേൻ, ചിലത് ആമേൻ ഇന്നൊരു കാര്യമുള്ളവരല്ല, ഇന്നൊരു കാര്യപ്രാപ്തിയുള്ളവരല്ല. കർത്താവ് പറയുക, ദേശങ്ങളെ രാജ്യങ്ങളെയും വെട്ടിപ്പിടിക്കുന്ന യുദ്ധാഭ്യാസികളാകുന്ന ആത്മമണ്ഡലമുള്ളവരായി പരിശുദ്ധാത്മാവ് മാറ്റുമെന്ന് ആലോചന പറയുക. ജീസസ്, ഹല്ലേലൂയ. നീ വിട്ടുകൊടുക്കടാ. വിട്ടുകൊടുക്കോ. ഇവിടെ വെച്ച് തലയാട്ടാൻ സുഖമാ. ഇവിടെ വെച്ച് തലയാട്ടാൻ ഇന്ന് വൈകിട്ട് ടെസ്റ്റ് അടിക്കും 5 പേർക്കെങ്കിലും മിനിമം. ഈ വചനം എന്ന് പറയുന്നാൽ ജീവനാണെങ്കിൽ ടെസ്റ്റിൽ കൂടെ പോകും. എന്ത് പോവും? നിങ്ങൾ ഇനി ഏറ്റെടുത്താലും ഏറ്റെടുത്തില്ലേലും, ആമേൻ, നിങ്ങൾക്ക് നെഞ്ചേ കൈവച്ചു ഏറ്റു പറഞ്ഞു, നിങ്ങൾ ഏറ്റെടുത്തിലും ഈ പറഞ്ഞ വചനം സത്യമാണെന്ന് അടുത്ത 24 മണിക്കൂർ തെളിയിക്കും. ഞാൻ ആലപ്പുഴ കർത്താവിൻ്റെ വേല ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഒരു ആൻറ്റി എന്നോട് ഒന്ന് പ്രാർത്ഥിച്ചു, പാസ്റ്ററെ, എനിക്ക് താഴ്മയുടെ അഭിഷേകം വേണം. എന്താ വേണം? ഞാൻ പറഞ്ഞു, അമ്മാമ്മയെ പ്രാർത്ഥിക്കാം. അമ്മ തല മുട്ടുകുത്തി നിന്നു, കൈവച്ചു, ഭയങ്കര പവർ വെളിപ്പെട്ടു, അവരങ്ങ് വീണു. അപ്പോൾ അവർ, പാസ്റ്ററെ അത് പകർന്നു, പാസ്റ്ററെ സന്തോഷം. വീട്ടിൽ പോയി. അടുത്ത ശനിയാഴ്ച വീണ്ടും വൈകിട്ട് പ്രാർത്ഥനയ്ക്ക് കാണാൻ വന്നു. ഭയങ്കര കരച്ചിലാണ്. പാസ്റ്റർ താഴ്മയുടെ അഭിഷേകം ഇട്ടതിന് ശേഷം അച്ഛൻ്റെ അടി കൂടി. അച്ഛൻ്റെ താഴ്മയുടെ അഭിഷേകം ഇട്ടപ്പോഴേ
ഞാൻ വിചാരിച്ചത് ഈ ദൂതൻ അങ്ങ് ഇറങ്ങി എന്ത് ചെയ്യും, റെഫറി ആയിട്ട് നിൽക്കുമെന്ന് വിചാരിച്ചു. പക്ഷെ ഇപ്പം എന്ത് ചെയ്തു? ഞാൻ പറഞ്ഞു അമ്മാമ്മ അടി കിട്ടിയപ്പോൾ എന്തോ തോന്നി, വെട്ടൂത്തി എടുക്കാൻ തോന്നി എനിക്ക്. എന്തോ തോന്നി? ടെസ്റ്റ് ഇടുമ്പോഴേ അകത്തെ സ്വഭാവം പുറത്തു വരുന്നേ. എന്താ വരുന്നേ? വിട്ടു കൊടുക്കും ഇല്ലയോ? നിങ്ങൾ അടുത്ത ആഴ്ചക്കകത്ത് ഇവിടെ വന്നിരിക്കുമ്പോൾ കർത്താവിന് സാക്ഷ്യത്തിൽ പറയാം, നിങ്ങൾ അയ്യോ കർത്താവ് കഴിഞ്ഞ ആഴ്ച പറഞ്ഞതു ഈ പറയുന്ന ആശയം അടുത്ത ആഴ്ച ആരെങ്കിലും കൂടെ ദൈവം പറയിപ്പിച്ചോളൂ. പ്രൈസല്ലോ. അല്ലെ പാസ്റ്റർ കൂടെയെങ്കിലും ഞാൻ ഇത് കേൾക്കാത്ത ആരെയും കൂടെ ദൈവം പറയിപ്പിക്കും. ആമേൻ. വിട്ടുകൊടുക്കണം. ഇന്ന് ഈ ആഴ്ച ടെസ്റ്റ് ഉണ്ടാകും. ബോസ് എടുത്തിട്ട് ഫയർ ചെയ്യും. അവനിട്ട് പണിയാൻ 1000 അവസരം ഉണ്ടാവും. വേണ്ട, പണിയല്ല. ഭർത്താവ് പാത്രം എടുത്തെറിയും. തിരിച്ചു അവിടെ ഇരിക്കുന്ന എല്ലാം ഗ്ലാസ് എടുത്തെറിയാൻ തോന്നും. ഏറിയല്ലേ. വണ്ടി ഓടിക്കുമ്പോൾ ട്രാക്ക് മാറുമ്പോൾ ഒരുത്ത അറബി വന്ന് തെറി വിളിക്കും. സഹിച്ചോണം. തിരിച്ച് അങ്ങോട്ട് പറയാൻ പോകല്ലേ, ചുമ്മാ ഫൈൻ അടച്ച് പൈസ പോകത്തേ ഉള്ളൂ. സ്വോത്രം ചെയ്താട്ടെ, സ്വോത്രം ചെയ്താട്ടെ. ഞാൻ ഈ പറയുന്നത് ഇഷ്ടപ്പെടുന്നില്ല നിങ്ങൾക്ക് ആർക്കും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ദൈവം എന്നോട് ഇന്ന് തന്ന ഫ്രഷായിട്ടുള്ള കാര്യമാണ്. എൻ്റെ കൂടെ ഒരു ജോഷുവ മോൻ വരുന്നു, അവൻ പോലും ഇതുവരെ കേട്ട് കാണത്തില്ല. പ്രൈസ് ദി ലോർഡ്. കർത്താവ് പറയുന്നു വിട്ടു കൊടുക്കണം. എന്തോ വേണം? ഇങ്ങനെയുള്ള ദൂതൊക്കെ ഞങ്ങൾ തലയിൽ കഴിച്ച് പറയത്തില്ല. പറഞ്ഞാൽ പിന്നെ ഇവിടെ വലിയ കൊലാഹലം ഉണ്ടാവും. സ്വതന്ത്രം ചെയ്താട്ടെ. ഇതിനകത്ത് അറിയാമല്ലോ ആരൊക്കെ വിട്ടു കൊടുക്കുന്നവരൊക്കെ. പാസ്റ്ററും ആൻറ്റിക്ക് ഇവിടെയുള്ള ലീഡേഴ്സിനും അറിയാൻ പറ്റും. ഇപ്പം ഞാൻ പറയുമ്പോൾ ചൊട്ട് പറഞ്ഞെന്ന് പറഞ്ഞോളി. പിന്നെ അവസാനം ഇവിടെ വേണ്ടാത്ത പ്രശ്നം ഉണ്ടാക്കുന്നില്ല. ഈ സഭ ഒരുമിച്ച് നിൽക്കാൻ ദൈവം കണ്ടതാ. നീ സഭയ്ക്കകത്തുള്ള ദൈവ പദ്ധതിക്ക് ചില വീട്ടിൽ ഈഗോ അങ്ങ് വിടണം. എന്തോ വേണം? എന്തോ വേണം? കഴിഞ്ഞ സൺഡേ എന്നെ പാസ്റ്റർ കയറ്റി, ഈ സൺഡേ എന്ത് ചെയ്തില്ല? എന്നെ അവളെ വീണ്ടും കയറ്റി, അവനെ വീണ്ടും കയറ്റി. അവനോട് മാത്രം മൈക്ക് എപ്പോഴും കൊടുക്കുക. എടാ വിട്ടുകൊടുക്കാൻ നിന്റെ സീസൺ വന്നില്ല എന്ന്. നീ കയറി നിന്റെ തൊണ്ട അടഞ്ഞു പോയി എന്ത് ചെയ്തേനെ? സ്തോത്രം ചെയ്താട്ടെ. പാസ്റ്റർ എനിക്കറിയില്ല പാസ്റ്റർ, ഞാൻ ഇങ്ങനെ ഒരു വെട്ടണം കേട്ടോ. എനിക്ക് ഇങ്ങനെയൊക്കെയാണ് ദൂത് വെളിപ്പെടുന്നത്. ഇതൊരു ശുദ്ധീകരണം നടക്കുകയാണ്, ഒരു ക്ലെൻസിങ് നടക്കുകയാണ്. ഈ സഭ ദൈവത്തിന്റെ ശരീരമാണ്. ഇത് കർത്താവിന്റെ മണവാട്ടിയാണ്. വിട്ടുകൊടുക്കാൻ തയ്യാറാണോ? ഒന്ന് കണ്ണടച്ച് പ്രാർത്ഥിച്ച കർത്താവെ, എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചാട്ട്. കർത്താവ് അവിടെ അങ്ങ് നിർത്തുന്നത് കർത്താവ് ലോത്തിനെ വിട്ടുകൊടുത്തതുപോലെ ചിലതിനെ വിട്ടുകൊടുക്കാൻ കൃപതാപം. ഒന്ന് പ്രാർത്ഥിച്ചാട്ട്. ചിലതിനെ വിട്ടുകൊടുക്കാൻ കൃപതാപം. ഒന്ന് പ്രാർത്ഥിച്ചാട്ട്. ഹല്ലേലൂയ. വിട്ടുകൊടുക്കുവാൻ അസാധാരണമായ കൃപ എന്ന് പ്രാർത്ഥിച്ചാട്ട്. കർത്താവേ വിട്ടുകൊടുക്കുവാൻ അസാധാരണമായ കൃപതാപ. ഒന്ന് പ്രാർത്ഥിക്കുക. നമുക്ക് വിട്ടുകൊടുക്കാൻ പറ്റത്തില്ല, നമ്മുടെ കഴിവ് കൊണ്ട് പറ്റത്തില്ല. നമ്മുടെ അകത്തെ ആദാമ്യ സ്വഭാവം പറയും വിടല്ലെന്ന് പറയും. കർത്താവ് വിട്ടുകൊടുക്കുവോ, നിന്റെ അസാധാരണ കൃപ എനിക്ക് തന്നേ മതിയാകൂ. കർത്താവേ, സഭ അങ്ങയുടെ കരങ്ങളിലേക്ക് തരികയാണ്. ഈ സഭയിൽ കൂടി ദൈവം വെച്ച വലിയ പദ്ധതികൾ, യുദ്ധാഭ്യാസികൾ പോലെ ഒരു തലമുറ ഇവിടുന്ന് എഴുന്നേറ്റ് വരുവാൻ, പ്രാർത്ഥനാ പോരാളികൾ, ആരാധനാ പോരാളികൾ, ആത്മതലത്തിൽ യുദ്ധം ചെയ്യുന്ന അഭ്യാസികൾ ഇവിടുന്ന് പുറത്തു കൊണ്ടുവരുന്ന ഒരു പുതിയ സ്പിരിച്വൽ സീസൺ ഈ സഭ മൂലം ദൈവം ആഗ്രഹിക്കുമ്പോൾ അതിലേക്ക് കയറുവാൻ ചിലരെ കർത്താവ് നിയോഗിച്ചിരിക്കുമ്പോൾ അവരെ അതിലേക്ക് കയറ്റുന്നത് ചിലത് വിട്ടുകൊടുക്കുമ്പോഴാണല്ലോ. അവർക്ക് വിലപ്പെട്ട ചിലത് വിട്ടുകൊടുക്കുവാൻ ഒന്ന് പ്രാർത്ഥിച്ച്. കർത്താവ് അവർക്ക് വിലയേറി ചിലത് വിട്ടുകൊടുക്കുവാൻ. കർത്താവേ, മറിയ അവൾക്ക് വിലപ്പെട്ട മാംസി തൈലം അവൾ വേണ്ടെന്ന് യേശുവിന്റെ കാലി വെച്ചതുപോലെ കർത്താവ് വിട്ടുകൊടുക്കുവാൻ കർത്താവ് ഒരു കൃപ അങ്ങയുടെ ജനത്തിന്റെ മേൽ പകരണമേ. കർത്താവ് അങ്ങനെ ചെയ്യുന്ന കൃപയ്ക്കായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. ശ്രദ്ധിക്കണം, വലിയ റിജക്ഷൻസ് നാം സ്പിരിച്വലി ഹോംവർക്ക് ചെയ്താൽ, ആത്മാവിൽ ഹോംവർക്ക് ചെയ്താൽ ദൈവം നമ്മുടെ തല ഉയർത്തുക മാത്രമല്ല, നമുക്ക് എനിക്ക് ടൈം ഇല്ലാത്തതുകൊണ്ട് വേഗത്തിൽ പറയുകയാണ്, ദൈവം നമുക്ക് ഡിവൈൻ അക്സെപ്റ്റൻസ് തരും. എന്തോ തരും? ഡിവൈൻ. ഇനി അടുത്തത് കർത്താവ് ഡിവൈൻ ഇൻഫ്ലുവൻസ് തരും. എന്തോ തരും? ഡിവൈൻ ഇൻഫ്ലുവൻസ് തരും. അടുത്തത് ഡിവൈൻ ടേണിംഗ് പോയിന്റ് തരും. അടുത്ത ഡിവൈൻ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്കി കളയും നമ്മൾ. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഇത് ഓരോ പോയിന്റ് എനിക്ക് എടുത്ത് പറയാൻ പറ്റും. ഞാൻ വേഗത്തിൽ അങ്ങ് പറയുകയാണ്. ഒന്ന്, നിന്റെ റിജക്ഷനെ നീ ആത്മാവിൽ ഹാൻഡിൽ ചെയ്താൽ, നീ പരിശുദ്ധാത്മാവിനോട് ചേർന്ന് നിന്നാൽ, നീ എങ്ങനെയാണെന്നറിയാമോ പുതിയ സ്വർഗം ഉണ്ടാക്കുന്നത്? നീ ആ സാഹചര്യത്തെ ശിശുവിനെ പോലെ പരിശുദ്ധാത്മാവുമായിട്ട് ഹോംവർക്ക് ചെയ്യുമ്പോൾ നീ പോലും അറിയത്തില്ല. അവിടെ കമ്പാരിസൺ വരുമ്പോൾ, ഓ ലോർഡ്, ദിസ് ഈസ് ഈവിൾ സ്പിരിറ്റ്, ലോർഡ് ഐ ബ്രേക്ക് ഇറ്റ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. കോമ്പറ്റീഷൻ വരും, ലോർഡ് ഐ ബ്രേക്ക് ഇറ്റ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. ആ പെയിൻ, റിജക്ഷന്റെ പെയിൻ വരും, ലോർഡ് ഐ ഹീൽ ഇറ്റ് ഇൻ ദ ബ്ലഡ് ഓഫ് ജീസസ് എന്ന് നിന്നോട്
ആത്മാവി പറയുമ്പോൾ നീ പോലും അറിയാതെ നിന്റെ ദേഹിയിൽ ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന്റെ വാസന, ആമേൻ, ക്രിസ്തു കേന്ദ്രീകൃത ഭാവനാലോകം നീ പോലും അറിയാതെ പരിശുദ്ധാത്മാവ് നിന്റെ അകത്ത് ബിൽഡ് ചെയ്യും. ഞാൻ ഈ പറഞ്ഞ കാര്യം സിമ്പിളാണോ കട്ടിയാണോ? ഇറ്റ്സ് പ്രാക്ടിക്കലാണോ? ആണോ? നിങ്ങൾക്ക് ഇനി നാളെ തൊട്ട് റിജക്ഷൻ വരുമ്പം നിങ്ങൾ ഈ പറഞ്ഞ കാര്യം കർത്താവിനോട് പറഞ്ഞാൽ ഇത് തന്നെത്താനെ വെളിപ്പെട്ട് വരും. ചുമ്മാ പറയല്ല, തന്നെത്താനെ വെളിപ്പെട്ട് വരും. പുതിയ ആത്മമണ്ഡലം സൃഷ്ടിക്കുന്നത് ദൂതൻ ഇറങ്ങി വന്നൊരു പ്രത്യേക പാകിസ്ഥാനികൾ ഇവിടെ ഫ്രിഡ്ജും AC ചുമന്ന് വയ്ക്കുന്ന പോലെ ഒന്നുമല്ല ഇവിടെ ചെയ്യുന്നത്. നിന്റെ ആത്മമണ്ഡലം നിന്നിൽ കൂടെയാണ് സൃഷ്ടിക്കുന്നത്. ഞാൻ മിഡിൽ ഈസ്റ്റിൽ പ്രാർത്ഥിക്കാൻ വരുന്നതിന് മുമ്പേ 7 എമിറേറ്റ്സിലും എനിക്ക് ആത്മാവിൽ 5 മക്കളും അന്ന് ജഡത്തിൽ 5 മക്കളും ആത്മാവിൽ 2 മക്കളുണ്ട്. 7 പിള്ളേരെ 7 എമിറേറ്റ്സ് കയറ്റി വെച്ചു, ഇരുത്തി. ഞാൻ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. പപ്പയ്ക്ക് വിസ വെളിപ്പെടാൻ പ്രാർത്ഥിക്കണം, പപ്പയ്ക്ക് താമസിക്കുക വീട് വെളിപ്പെടാൻ പ്രാർത്ഥിക്കണം. 7 പിള്ളേരെയും വെച്ച് പ്രാർത്ഥിച്ചു. ഇതുവരെ എൻ്റെ 2 പിള്ളേരെ കോൺഫറൻസുകൾക്ക് പ്രാർത്ഥിക്കാൻ കൊണ്ടുവരാൻ പറ്റി. എൻ്റെ പിള്ളേരെയും കൊണ്ടുവരാൻ പറ്റി. ഏകദേശം 92 പേരെ ഈ രാജ്യങ്ങളിൽ മുഴുവനും പ്രാർത്ഥിക്കാൻ കൊണ്ടുവന്നു. ഞാൻ ചുമ്മാ പറയുകയല്ല, പ്രൈസ് ദി ലോർഡ്. അവർക്ക് അക്കോമഡേഷൻ, ഫുഡും എല്ലാം കർത്താവ് ഞങ്ങളെ കൊണ്ട് ഒരു സഭകളെയോ ഒരു വ്യക്തികളെ ഡിപ്പെൻഡ് ചെയ്തില്ല. ദൈവസഭകളെയും വ്യക്തികളെയും ഇവിടെ ഈ ദൈവദാസലേക്ക് ഒരുക്കിയതുപോലെ അന്ന് ഒരുക്കിയായിരുന്നു. ചുമ്മാ പറയല്ല, നീ ഹോംവർക്ക് ചെയ്യണം. ശ്രദ്ധിക്കണം, അബ്രഹാമിനോട് ദൈവം എന്തുവാ പറഞ്ഞത്? തലപൊക്കിയിട്ട് എന്തുവാ പറഞ്ഞേ? വായിച്ചേ, ഇനി അത് വായിച്ചോ, വേഗത്തിൽ വായിക്കണം. നിങ്ങൾ ചിന്തിച്ച് നോക്കണം. നിങ്ങളൊരു 35 വർഷം മുമ്പുള്ള ഷാർജയുടെ UAE ഫോട്ടോ കണ്ടിട്ടുണ്ടോ? ഒരു ക്ലോക്ക് ടവർ മാത്രം കാണാൻ പറ്റും, അല്ലേ? ഞാൻ അവിടെ ആദ്യകാലങ്ങളിൽ എനിക്കും പഴയ, ഞാൻ 2001 UAE വിട്ടുപോയി. 2012 ഞാൻ വരുന്നത്. ഈ 2001 ഈ അൽമുര പ്ലാസയ്ക്കും ഈ അൽക്കാൻ്റെ ഇടയിൽ 2 സൈഡിലും മരുഭൂമി മാത്രമേ ഉള്ളൂ, അല്ലേ ചാ? വെറും ചതുപ്പ് നിലം. അറബികൾ ട്രാക്ക് കൂടുമ്പോൾ ട്രാക്ക് നിറയുമ്പം ഈ മരുഭൂമി കൂടെ 4 വീലർ ഓടിച്ച് പോകുന്ന വഴിയായിരുന്നു. ഇതും അതും നിങ്ങൾക്കറിയത്തില്ല. ഇതുപോലെ എങ്കിലും പറയാൻ പറ്റത്തില്ല. ഇതിനേക്കാളും സൗന്ദര്യമില്ലാത്ത, സാധ്യതയില്ലാത്ത ഒരു മരുഭൂമിയിലോട്ട് തല പൊക്കിയിട്ട് ദൈവം എന്തോ പറയുക? എന്താ പറയുന്നേ? എന്തോ ചെയ്യണം? വടക്കോട്ട് നോക്കണം, തെക്കോട്ട് നോക്കണം, കിഴക്കോട്ട് നോക്കണം, പടിഞ്ഞാറ് നോക്കണം. ഈ കാണുന്ന ഭൂമിയൊക്കെയും ആമേൻ. ഈ നമ്മുടെ നാട്ടിൽ വസ്തു അളക്കാൻ ആരാ വരുന്നത് അറിയാവോ? വില്ലേജിൽ നിന്ന് ആൾക്കാർ വരും. എവിടെ നിന്ന് വരും? വില്ലേജിൽ നിന്ന്. ഈ അളക്കാൻ കണ്ടിട്ടുണ്ടോ? ഇങ്ങനെ ഒരു സാധനം വെച്ച് ഇങ്ങനെ ഇളക്കി ഇങ്ങനെ ചങ്ങലയൊക്കെ പിടിച്ച്. ഈ പരിപാടി ചിലപ്പോൾ ദൈവം നമ്മളെ കൊണ്ട് ആത്മാവ് ചെയ്യിപ്പിക്കും. നമ്മളെ കൊണ്ട് എപ്പോഴാണ്? റിജക്ഷനില്ല. നീ റിജക്ഷനിൽ കൂടെ കടന്നു പോകുമ്പോൾ നിന്റെ ഹൃദയം പിശാചിന് കൊടുക്കാതെ, മത്സരത്തിന് കൊടുക്കാതെ, മുറിവിന് കൊടുക്കാതെ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, തിരസ്കരണ ഭാവനകൾക്ക് കൊടുക്കാതെ, ശാഠ്യത്തിന് കൊടുക്കാതെ നീ ഹോളി സ്പിരിറ്റിന് കൊടുത്താൽ നിന്റെ മുന്നിൽ ശൂന്യതയേ ഉള്ളൂ. എന്തേ ഉള്ളൂ നിന്റെ മുന്നിൽ? നീ അവിടെ എന്തോ ചെയ്യണം? യു ഹാവ് ടു ഡു യുവർ ഹോംവർക്ക്. ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഞാൻ പാസ്റ്ററോട് ആൻറ്റിയോട് ചോദിക്കുന്നു, ഇന്ന് ഈ ജനത്തെ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരുവാൻ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അറിയാതെ ഹോംവർക്ക് ചെയ്തിട്ടുണ്ടോ? ഉണ്ടോ? ആ ഹോംവർക്ക് ഇവിടെ വരെ എത്തിച്ചെങ്കിൽ അടുത്ത ഹോംവർക്കിന് സജ്ജരാക്കിക്കോ. അടുത്ത ഹോംവർക്കിന് കണ്ടോ? ഞാൻ മാപ്പ് മിഡിൽ ഈസ്റ്റിന് എൻ്റെ ബാഗിനകത്ത് 2 മാപ്പുണ്ട്. മിഡിൽ ഈസ്റ്റ് UAE ഉണ്ട്, എപ്പോഴും വെച്ചുകൊണ്ട് നടക്കുക. അതും ഒരു വില്ലേജ് ഓഫീസറിൻ്റെ പണിയാണ്. ഇന്ന് ബാഗിനകത്താണ് മിഡിൽ ഈസ്റ്റ്. നാളെ എൻ്റെ ആത്മീയ തലമുറകൾ ഇവിടെ കൊയ്യാൻ പോവുക. ഈ മാപ്പ് എൻ്റെ കൈക്കകത്താണെങ്കിൽ ഞാൻ ചുമ്മാ പറയില്ല പാസ്റ്ററും ആയുസുണ്ട് 20 വർഷം, മിനിമം 25 വർഷമെങ്കിലും കാണുമെന്ന് കൂട്ടിക്കോ. എനിക്കും ഉണ്ട് ആയുസ്. കർത്താവിൻ്റെ വരവ് താമസമാണെങ്കിൽ ഇതുവരെ കാണാത്തത് ഈ മിഡിൽ ഈസ്റ്റ് മുഴുവനും കർത്താവ് ചെയ്യും. കർത്താവ് 2019 പ്രാർത്ഥന കർത്താവിന് പറഞ്ഞു, മോനെ യു ആർ ഡൂയിങ് സ്പിരിച്വൽ റെയിൽവേ ട്രാക്ക്. അന്നിവിടെ ഇത്തിഹാർ ഇതിലൊന്നും വന്നിട്ടില്ല. ഇതാ ഇത്തിഹാദ് റെയിലായി. നിങ്ങൾക്കറിയില്ല, എന്നെ സൗദിയിൽ നിന്ന് പുറത്തിറക്കാതെ എന്നെ അകത്ത് പിടിച്ചിരുത്തി. അന്ന് ഞാൻ അവിടുന്ന് പ്രാർത്ഥിച്ചു, എൻ്റെ പൊന്നു പിതാവേ, കർത്താവേ, ഈ സൗദി അറേബ്യയിൽ എനിക്ക് പോയി പ്രാർത്ഥിക്കാൻ അന്ന് വഴി തുറന്നില്ല. എന്നെ ഒരു നിയമപരമായിട്ട് ഒരു പ്രശ്നമില്ല. നാട്ടിൽ നിന്ന് കയറി വന്നു, അവിടെ എത്തി, എന്നെ തിരിച്ചു വിട്ടു. ഞാൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. എൻ്റെ കൂടെ കുറേ നേപ്പാളികളും ഉണ്ടായിരുന്നു. അതിനകത്ത് ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ ഇറങ്ങി തിരിച്ച് UAE വന്നിറങ്ങി. നിങ്ങൾക്കറിയാമോ, 42 പേരെ ഞാൻ മൂലം സൗദി അറേബ്യ പ്രാർത്ഥിക്കാൻ വന്നു. പ്രൈസ് ദി ലോർഡ്. എന്നറിയാം, ചില സ്ഥലങ്ങളിൽ റിജക്ഷൻ വരുമ്പോൾ അവിടെ നിന്ന് ആത്മാവി പോരാടണം.
സ്പിരിറ്റിൽ പോരാടണം. നിന്നെ അവിടെ മുറിവേൽപ്പിച്ച് പകയും വെറുപ്പും ഇട്ട് നിന്നെ പിന്നോട്ട് കൊണ്ടുപോയി അതായത് നിന്റെ മനസ്സിനെ ഡിപ്രസ് ചെയ്യുമ്പോൾ ഇതാ ദൈവം പറഞ്ഞു കൊടുക്കുക, നീ തെക്കോട്ട് പോടാ. അവൻ രാവിലെ എഴുന്നേറ്റു. മനസ്സി ഈ ലോത്തിട്ടേച്ച് പോയപ്പോൾ ആർക്ക് ദുഃഖം ഉണ്ടായി? അബ്രഹാം ചിന്തിച്ചു, അച്ചാച്ചാ ഞാൻ അങ്ങനെ പറയല്ലേ അച്ചാച്ചാ, ഞാൻ എൻ്റെ പൊന്നച്ചാച്ചാ പ്ലീസ് അച്ചാച്ചാ, എനിക്ക് അച്ചാച്ചൻ്റെ കൂടെ വരണമെന്ന് ആര് പ്രതീക്ഷ കാണും? അബ്രഹാം. പക്ഷേ ഈ പുള്ളിക്കാരനകത്ത് ഏതായിരിക്കുന്നത്? കണ്ണ് ലോകമായതുകൊണ്ട് ഇട്ടേച്ചു പോയി. നിൻ്റെ കൂടെ ലോകമുള്ളവർ നിന്നെ ഇട്ടേച്ചു പോകും, പക്ഷെ നിൻ്റെ ദർശനം മനസ്സിലാക്കിയവർ നിൻ്റെ കൂടെ പറ്റി നിൽക്കും. ലോകമുള്ളവർ പോയാൽ നീ ഒന്ന് ഫോളോ അപ്പ് ചെയ്യാം, ഒന്ന് പ്രാർത്ഥിക്കാം, വരുന്നെങ്കിൽ വരട്ടെ, പക്ഷേ ആത്മാവിൽ നീ മിണ്ടാതെ അവിടെ നിന്നാൽ മതി. നീ സ്പിരിറ്റിൽ അവിടെ മിണ്ടാതെ നിന്നാൽ മതി. ഇവിടെ ശ്രദ്ധിക്കണം, അബ്രഹാം മിണ്ടാതെ നിന്നില്ല. കർത്താവ് പറഞ്ഞു, നീ തല കുനിഞ്ഞിരിക്കണ്ട. നിന്റെ വിഷമം ആരുടെ വിഷമോ? ആരുടെ വിഷമോ പറഞ്ഞേ? നീ വിളിക്കപ്പെട്ടവനാണോ? നീ അഭിഷക്തയാണോ? നീ അഭിഷേകമുള്ളവനാണോ? നീ അധികാരമുള്ളവനാണോ? കാലഘട്ടത്തിന് ദർശനം ചുമക്കുന്നവനാണോ? നിന്റെ തല കുനിച്ചിൽ ദൈവത്തിന്റെ തല കുനിച്ചിലാ. ഞാൻ വിശ്വസിക്കുന്നത് അവനെ അബ്രഹാമിനോട് എന്തോ പറഞ്ഞേ, ആ വാക്കുകൂടെ ഒന്ന് വായിച്ചേ. അബ്രഹാമിനോട് ദൈവം പറഞ്ഞത് തല ഈ പൊക്കാന്ന് പറഞ്ഞാൽ ഈ മോനെ ഒന്ന് തല കുനിഞ്ഞാടാ. ഉദാഹരണത്തിന് പറയാടാ, എടാ നീ നിന്റെ ഭവനത്തിനും ചാർച്ചക്കാർക്കൊക്കെ ഇതുപോലാടാ. സ്പിരിറ്റ് ദൂത് പറ, നിന്റെ തല നിന്റെ സമൂഹത്തിനും നിന്റെ ദേശത്തിനും നിന്റെ ചാർച്ചക്കാർക്കും ഇതുപോലെ ഞാൻ സ്പിരിറ്റിൽ പ്രൊഫറ്റിക്കലി ഉയർത്തിയതുപോലെ അവൻ നിന്നെ ഉയർത്തുമെടാ മോനെ. വിദ്യാഭ്യാസം തരാത്തത്, കുലം തരാത്തത്, അവൻ നിന്റെ ചാർച്ചക്കാർ നിനക്ക് സമ്മാനിക്കാത്തത്, നിന്നോട് ആത്മാവ് ഞാൻ ദൂത് പറയുക, കർത്താവ് നിന്റെ കൈ കൊണ്ട് തരും. ആമേൻ. നിന്റെ ഭവനത്തിൽ നീ പിൻപനാണ്, പക്ഷെ പരിശുദ്ധാത്മാവ് നീ മുൻപനാകും. ആമേൻ, നീ മുൻപനാകും. ആമേൻ, നീ അനേകം പേരെ വിദ്യാഭ്യാസപരമായി ഒത്തിരി പേരെ നീ പഠിപ്പിക്കും. നീ ഒത്തിരി പേർക്ക് വീട് വെച്ച് കൊടുക്കുന്നവനാകും. ആമേൻ. വരും നാളുകളിൽ നോർത്ത് ഇന്ത്യൻ മിനിസ്ട്രിയിൽ ആമേൻ നീ ചില അഭിഷക്തന്മാരോട് പോയി ബീഹാറിലും ഗുജറാത്തിലൊക്കെ നീ പോയി പ്രാർത്ഥിക്കുന്ന നിലവാരത്തിൽ ചില അഭിഷക്ത ബന്ധങ്ങളെ ആമേൻ നിനക്ക് തരുമെന്ന് പരിശുദ്ധാത്മാവ് ദൂത് പറയുക. എല്ലാ കരങ്ങളും മേടിച്ച് കർത്താവിനെ പ്രാർത്ഥിച്ചാട്ട് ഇന്ന് ദൈവാത്മാവ് പറഞ്ഞു, ചിലരുടെ തലയെ ദൈവം പിടിച്ചു പൊക്കാൻ പോകുന്നു. നിനക്ക് പൊക്കാൻ പറ്റത്തില്ല, നിനക്ക് പൊങ്ങാൻ പറ്റത്തില്ല. പരിശുദ്ധാത്മാവ് പറയുക, കർത്താവ് നിന്റെ തലയെ പിടിച്ചു പൊക്കാൻ പോകുന്നു. നിന്റെ തലയെ God is going to honor you. God is going to honor you. ദൈവം നിന്റെ തലയെ പിടിച്ചു പൊക്കാൻ പോകുന്നു. ജീസസ്. മോനെ, ഞാൻ നിന്നെ ഉദാഹരണം പറഞ്ഞല്ല, ദൂത കേട്ടോടാ. എൻ്റെ തല ഉയർത്തും. 10 വർഷം കഴിഞ്ഞ് നമുക്ക് സംസാരിക്കാം. അമ്മേ, കുലം തരുന്നതല്ല, വിദ്യാഭ്യാസം തരുന്നതല്ല, പണം തരുന്നതല്ല, അഭിഷേകം തരുന്നത്, ദൈവകൃപ തരുന്നത്, ഒരു മനുഷ്യന്റെ കെയർ ഓഫിൽ അനുഗ്രഹിക്കപ്പെടാൻ പോകുന്നത് ഡിവൈൻ ബ്ലെസ്സിങ് ദൈവം നിന്നിൽ അങ്ങ് എക്സിബിറ്റ് ചെയ്യും. ജീസസ്, ഹല്ലേലൂയ. അമ്മ ചുമ്മാ അല്ല, നീ അതിനു വേണ്ടി ദൈവസന്നിധിയിൽ ഇരിക്കടാ. കർത്താവ് നിന്നെ ഉയർത്താൻ വേറെ പാക്കേജ് വെച്ചിട്ടുണ്ട്. അമ്മ നീ കീഴ്പ്പെട്ടിരുന്നാൽ മതി, താഴ്മയോടിരുന്നാൽ മതി, ബാക്കി ദൈവം ചെയ്യും. തല പൊക്കി, തല താഴ്ത്തിയിരുന്നതിനെ പിടിച്ചെന്ത് ചെയ്തു? പൊക്കിയിട്ട് കർത്താവ് പറയും, യു ഡു. പൊക്കിയിട്ട് എന്ത് ചെയ്യണം? തെക്കോട്ട് പോടാ. അപ്പം തിങ്കളാഴ്ച രാവിലെ എന്ത് ചെയ്യും? തെക്കോട്ടെ പോയി. എന്താ പറയുന്നത്? വിശ്വാസം എക്സസൈസ്. എൻ്റെ സന്തതികൾ മക്കളില്ല, മക്കളും വല്ലതും ഉണ്ടോ? എൻ്റെ സന്തതികൾ ഇവിടെയാകുമേ, എൻ്റെ സന്തതികൾ ഇവിടെയാകുമേ. ഇതാണ് ആത്മാവിൽ സൃഷ്ടിക്കുക എന്ന് പറയുന്നത്. ആമേൻ. ഇവിടെ അൽക്കൂസി താമസിക്കുന്നവരുണ്ടോ? അൽക്കൂസ് കൈപൊക്കി. ആണോ? അൽക്കൂസ് മൊത്തം നടന്ന് പ്രാർത്ഥിച്ച് ആത്മാക്കളെ നേടിക്കണം. നിങ്ങൾക്ക് ഹോംവർക്ക് വന്നിട്ട് പോവാം. അപ്പോൾ കൂട്ടിനാളുണ്ട്. അപ്പം നിങ്ങൾ രണ്ടുകൂടെ എന്ത് ചെയ്യണം? അൽക്കൂസിലെ എല്ലാ ബിൽഡിങ്ങിനെയും നോക്കി, അപ്പാ ദൈവസഭയ്ക്ക് വേണ്ടി ആത്മാക്കളെ തരണം. ഞങ്ങളുടെ സഭയ്ക്കുള്ള ഞങ്ങൾക്ക് തരണം. ദേശത്തുള്ള മറ്റ് സഭകൾക്ക്, തമിഴ് സഭ, തെലുങ്ക് സഭ, അറബി സഭ, ഇംഗ്ലീഷ് സഭ, ആഫ്രിക്കൻ സഭ കൊടുത്തോണം. നീ ക്ലെയിം ചെയ്യണം. പരിശുദ്ധാത്മ അൽക്കൂസിൽ സഭയ്ക്കകത്തോട്ട് കൊണ്ടുവരാൻ പോവാ. അൽക്കൂസ് ദേശത്തിന്റെ മേൽ കർത്താവ് ഈ സഭയിൽ കൂടെ പരിശുദ്ധാത്മാവ് അൽക്കൂസുമായി ബന്ധപ്പെട്ട് ചില ഭവന മീറ്റിങ്ങുകൾ, ചില വീടാരാധനകൾ ചിലരെ കർത്താവ് ഏൽപ്പിച്ചിട്ട് അൽക്കൂസിനകത്ത് ചിലരെ പരിശുദ്ധാത്മാവ് ശക്തമായി ഉപയോഗിക്കുന്ന ഒരു പ്രത്യേക സീസൺ ദൈവസഭയ്ക്കത് വെളിപ്പെടാൻ പോവുക. കർത്താവ് യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ അൽക്കൂസിൽ താമസിക്കുന്ന സഹോദരങ്ങൾ അങ്ങയുടെ കരങ്ങളിലേക്ക് തരുന്നു. ഇവർ വാടക കൂടിയത് കൊണ്ടോ കുറഞ്ഞത് കൊണ്ടല്ല അവിടെ താമസിപ്പിച്ചിരിക്കുന്നത്, നിന്റെ പദ്ധതിക്ക് വേണ്ടിയിട്ടാ. അങ്ങനെ അബ്രഹാം കണ്ടതുപോലെ ആ അൽക്കൂസിനെ ഇവർ കാണട്ടെ.
യേശുവിൻ നാമത്തിൽ കാണട്ടെ. ആൽക്കൂസിനെ ഇവർ കാണട്ടെ, ഇവർ കാണട്ടെ. ഇവർ കണ്ടത് നാളെ സഭയിൽ വരട്ടെ, ഇവർ കണ്ടത് സഭകളിൽ വരട്ടെ. ഈ സഭയിൽ മാത്രമല്ല, യുഎഇയിലുള്ള, ഈ ദുബായിലുള്ള പല സഭകളിലും ഇവർ കാണുന്നത് അവിടെ എത്തട്ടെ. കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. അവിടെ ഇരുന്നാട്ടെ. താങ്ക് യു മോനെ. പ്രൈസ് ദി ലോർഡ്. ഞാനൊരു കാര്യം പറയാം. നിങ്ങൾ ആത്മാവിൽ ഹോംവർക്ക് ചെയ്താലേ ചില വാഗ്ദത്തങ്ങൾ എന്ത് ചെയ്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ വിശ്വാസത്തിലോട്ട് വരുമ്പോൾ ബാല്യകാല ആത്മീയരാണെങ്കിൽ നിങ്ങളുടെ പേരങ്ങ് വെളിപ്പെടും, നിങ്ങളുടെ വീട്ടുപേര് വെളിപ്പെടും. നിങ്ങളുടെ വിഷയങ്ങൾ പെട്ടെന്ന് വിടുതൽ കിട്ടും എന്ന് പറഞ്ഞാൽ നമ്മൾ നാട്ടിൽ ഈ മാമ്പഴം മേടിക്കാൻ പോകുന്ന കണ്ടിട്ടുണ്ടോ? കടയിൽ മാമ്പഴം ഓറഞ്ചും പേരയ്ക്ക മേടിക്കുന്ന കണ്ടിട്ടുണ്ടോ? എങ്ങനെയാ? ഒരു പീസ് അവർ ഫ്രീ ആയിട്ട് വെട്ടിത്തരും. എന്തോ ചെയ്യും? ഒരു പീസ് എന്തിനാ? പോക്കറ്റ് എടുക്കാനാ. 1 കിലോ, വാഹദ കിലോ, ഇത്രയും കിലോ, തലാത്ത കിലോ പറഞ്ഞ് മേടിക്കാനാ. പ്രൈസ് ദി ലോർഡ്. പക്ഷേ നമ്മൾ ഒരു പീസ് കൂടെ ചോദിച്ചാലോ പോയി പണി നോക്കാൻ പറയും അല്ലേ? നമുക്ക് ഈ വിശ്വാസത്തിൽ വരുമ്പം കർത്താവ് ചില അഭിഷക്തന്മാരെ കൊണ്ടുവന്ന് ചില ദൂതൊക്കെ പറഞ്ഞ് നമ്മളെ ഒന്ന് കർത്താവ് സ്നേഹിക്കുന്നെന്ന് നമ്മെ ഉറപ്പിക്കും. ആ കോംപ്ലിമെൻ്ററി ഫീൽഡിൽ ഇപ്പോഴും നിൽക്കുന്ന പലരും എന്തുവാ നമ്മൾ കണ്ടിട്ടില്ലേ? ഷോപ്പിംഗ് കോംപ്ലക്സ് പോകുമ്പോൾ പെർഫ്യൂം ഒരു ചെറിയ കുപ്പിയൊക്കെ എടുത്ത് തരും. നമ്മൾ വിചാരിക്കും നമ്മുടെ കൊച്ചപ്പൻ്റെ മോനാണ്. സോറി, പോക്കറ്റിൽ നിന്ന് എടുക്കാനാ. ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ആമേൻ. എന്നോ അഭിഷക്തന്മാർ പറഞ്ഞ ദൂതി കയറിയതാ വന്ന്. എടാ, നീ ദൂത് പറയാൻ റെഡിയാകണം. നീ പോയി ആത്മാക്കളെ കൊണ്ടുവരാൻ റെഡിയാകണം. ആമേൻ. നീ വടക്കോട്ട്, തെക്കോട്ട്, കിഴക്കോട്ട്, പടിഞ്ഞാറോട്ട് എന്ത് ചെയ്യണം? അതിൻ്റെ പേരാ വിശ്വാസം കേട്ടോ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ കർത്താവെ ഈ റൗണ്ടാക്കി പടിഞ്ഞാറെന്നും തെക്കെന്നും കിഴക്കത് പറഞ്ഞ് ഇതൊക്കെ പേരാ വിശ്വാസം. കർത്താവിൻ്റെ ദാസി ഇരുത്തി അങ്ങ് മാർക്കറ്റ് ചെയ്യല്ല. പ്രൈസ് ദി ലോർഡ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരു ദൂത് പറഞ്ഞാൽ അപ്പം ഫെയ്ത്ത് പിടിക്കണം. ആമേൻ. യേശുവിന്റെ നാമത്തിൽ ഈ അഭിഷക്ത ഇവിടുന്ന് കണ്ടത്, ഈ വട്ടം വരച്ച് പടിഞ്ഞാറും കിഴക്കും തെക്കും ആമേൻ വടക്കും കണ്ടത് യേശുവിൻ നാമത്തിൽ ഈ സഭയ്ക്കകത്ത് വെളിപ്പെട്ടു വരട്ടെ. ഈ മക്കളെ, നീ പുതിയ കണ്ടോ, ഇന്ന് കാണുന്ന ഇസ്രായേൽ, ലോകം തൊടാൻ പറ്റാത്ത ഇസ്രായേലിന് അന്നേ ആത്മാവിൻ്റെ അതിരിട്ട് കളഞ്ഞു. അന്നേ ഇട്ട് ഒരുത്തം തലകുത്തി നിന്നാലും ദൈവത്തിൻ്റെ സമയം വരെ തൊടയല. ചുറ്റും ശത്രുക്കളാണ്, തൊടാൻ പറ്റില്ല. നിന്നോടും ദൈവാത്മാവി പറയുക, ഒരു ബാധയും നിന്റെ കൂടാരത്തിൽ വരത്തില്ല. നിന്റെ കാൽ വഴുതുവാൻ സമ്മതിക്കത്തില്ല. നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലതുവശത്ത് 10,000 പേര് വീഴും. അത് നിന്നോട് അടുക്കത്തില്ല. ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, നീ ചില ഹോംവർക്ക് ചെയ്യണം. ദേശത്തിന്റെ മേൽ, നിന്റെ കുടുംബത്തിന്റെ അകത്ത്, നിന്റെ ചാർച്ചക്കാരുടെ അകത്ത്. അല്പസമയം ആത്മാവിൽ എല്ലാവരും കരമടിച്ച് കർത്താവിനെ ആരാധിച്ചോട്ട്. നീ ആത്മാവിൽ ഹോംവർക്ക് ചെയ്യണം. നീ ആത്മാവിൽ ഹോംവർക്ക് ചെയ്യണം. നീ ആത്മാവിൽ ഹോംവർക്ക് ചെയ്യണം. ചിലരോട് പരിശുദ്ധാത്മാവ് പറയുക, നീ ആത്മാവിൽ നീ വളരെ ലേറ്റാ. പക്ഷെ എല്ലാവരെക്കാളും ബിഫോർ ആക്കാൻ കർത്താവിന് ഇഷ്ടമാണ്. കേൾക്കുന്നതും കാണുന്നതും കാര്യങ്ങൾ വിശ്വാസത്താൽ ഹോംവർക്ക് ചെയ്താൽ വലിയ ദൂതനിറങ്ങുന്ന ദൈവപ്രവൃത്തികൾ കാണുമെന്ന് ദൈവാത്മാവ് ദൂത് പറയുന്നു. ഇവിടെ തേടി ആത്മാവ് തലയിൽ കൈവച്ച് പറയിക്കുന്നത്, കർത്താവിൻ്റെ ദാസിയെ ഒത്തിരി സ്നേഹിക്കുന്നു, ഒത്തിരി അറിയുന്നു. ഇന്ന് ആര് കല്ല് തള്ളി മാറ്റുമെന്ന് ചിന്തിക്കുന്ന ചില വിഷയങ്ങൾ വിദൂരതയിൽ ദൈവം ചെയ്യുമെന്ന് പരിശുദ്ധാത്മാവ് ആലോചന പറയുക. കരം പിടിച്ചൊന്ന് കർത്താവിനെ ഒന്ന് ആരാധിക്കാമോ? എല്ലാവരും കർത്താവിനെ ആരാധിക്കാമോ? എല്ലാ കണ്ണുകളും അടച്ചാട്ട്. ആമേൻ. എല്ലാ കണ്ണുകളും അടച്ച് കരം പിടിച്ച് അല്പസമയം കർത്താവിനെ ആരാധിച്ചാട്ട്. കർത്താവ് സഭയോട് പറയുന്നു, നിന്നെ പുതിയ ആത്മമണ്ഡലം പണിയുക. എല്ലാവരും ആമേൻ. ദൈവസഭ ഈ ദേശത്ത്, ദുബായിൽ, അൽക്കൂസില്, ആമേൻ, അൽബർഹായില്, ആമേൻ, ദേരയില്, ബർദുബായില്, ആമേൻ, ഹോർലാൻഡ്സില്, ആമേൻ, യേശുവിൻ നാമത്തിൽ ഒന്ന് വിളിച്ചു വരാ. ആമേൻ. ദൈവം നിനക്ക് വേണ്ടി വെച്ചത് ഒന്ന് അതിരിട്. നീ റിജക്ഷന്റെ പെയിനകത്ത് ഇരിക്കല്ലേ. ആമേൻ. നിന്റെ ഭർത്താവ് ആമേൻ മാറും, നിന്റെ ഭാര്യ മാറും, നിന്റെ മക്കൾ മാറും, നിന്റെ ചാർച്ചക്കാർ മാറും. മോളെ പേരെന്താടാ?
God is loving you so much. God is loving you so much. God will touch you. God will use you among atheists. Atheist-ആയ ആൾക്കാരെ ക്രൈസ്റ്റിൻ്റെ ലവ് പറയാൻ, ക്രൈസ്റ്റിൻ്റെ വേ പറയാൻ, ക്രൈസ്റ്റിൻ്റെ പീസ് കൊടുക്കാൻ, ക്രൈസ്റ്റിലെ ജോയ് കൊടുക്കുവാൻ ഗോഡ് വിൽ എനേബിൾ യു. നിന്റെ ചുറ്റും പ്രാർത്ഥനയുടെ ഒരു മതിലുണ്ട്. നിന്റെ പ്രാർത്ഥനയല്ല, ആമേൻ, നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു മതിലുണ്ട്. അതിനകത്ത് നീ സുരക്ഷിതയാണ്. പക്ഷേ അടുത്ത ഘട്ടത്തിൽ നീയും ദൈവവും തമ്മിൽ ഷേക്കേണ്ടി ഇതുപോലെ ഒരു എൻകൗണ്ടർ കർത്താവ് നിനക്ക് ഡയറക്റ്റ് ആയിട്ട് തരാൻ ആഗ്രഹിക്കുന്നു. എല്ലാ കണ്ണുകളും അടച്ചാട്ട് ലേറിയാം ഷാരിയാദലാജ ലേറിയാബ ഷാരബൗഡാര അൽഖരാജ റാദൽ ഖവാന അഡഗാര ഹത്തൽ ഖവ എല്ലാവരും കരമടിച്ചു ഓറിബാ ഷെറിബാലോ. പരിശുദ്ധാത്മാവ് പറയുന്നു, ചില ഡിവൈൻ അക്സെപ്റ്റൻസുകൾ ചില കുടുംബത്തെ തേടി വരുന്നു. ചില ഡിവൈൻ പ്രൈസ് ദി ലോർഡ്, ചില ഡിവൈൻ ഇൻഫ്ലുവൻസ് ചില തേടി വരുന്നു. ചില ഡിവൈൻ ടേണിംഗ് പോയിന്റ് സഭയെ തേടി വരുന്നു. ചില ഡിവൈൻ എസ്റ്റാബ്ലിഷ്മെന്റ് ദൈവസഭയെ തേടി വരുന്നു. ആത്മാവി പ്രാപിക്കുക, നീ ആത്മാവി പ്രാപിക്കുക. നിന്നെ കൊണ്ട് പറ്റാത്തത്, നിന്റെ കുടുംബത്തെ കൊണ്ട് പറ്റാത്തത്. ഊറിയാം ശാസിയാദൽ കബലബൗഡ സബല അടകൽ ഖജലബൗഡ സതല ബലബൗഡ ശാസിയാദൽ കബനബൗഡൽ കബന. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവാൽ നിറയ്ക്ക അനുദിനം എന്നെ. ചേർന്ന് പാടിയാട്ടെ. പരിശുദ്ധാത്മാവാൽ നിറയ്ക്ക അനുദിനം എന്നെ ഒരുമിച്ച് പാടിയാട്ടെ പ്രാർത്ഥനയോടെ. തിരുവേലയെ തികച്ചിടുവാൻ എല്ലാ കണ്ണുകളും അടച്ച് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ ദാസനെ, ഈ രാജ്യത്ത് കോഴിമുട്ടയുടെ പുറത്ത് കോഴി ഇരുന്ന് ചൂടടിക്കുന്നത് പോലെ അതിനു വേണ്ടി കുറച്ച് കാള് കോഴിയുടെ ചൂടടിക്കുമ്പോൾ അകത്ത് ചിലത് വിരിഞ്ഞു വരുന്നത് പോലെ ഇതുവരെ തോട്ട് പ്രോസസ്സിൽ വരാത്തത്, ഇതുവരെ ഇമാജിനേഷൻ വരാത്തത്, ഇതുവരെ ഇമോഷൻസിൽ വരാത്തത് പ്രാപിപ്പാൻ മുട്ടയുടെ പുറത്ത് കോഴി ഇരിക്കുന്നത് പോലെ ഇരിക്കാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. മലമേൽ കയറി വന്നപ്പോൾ എലിയാവും യാക്കോബും യോഹന്നാനും എലിയാവിനെയും മോശയും യാക്കോബും യോഹന്നാനും പത്രോസും കണ്ടതുപോലെ നാളുവരെ കാണാത്തത് കാണുവാൻ സ്നേഹത്തിന്റെ ആത്മഭാരത്തിന്റെ ആത്മശക്തിയുടെ ആൾക്കാരെ ചുമക്കുന്നതിന്റെ ആൾക്കാരെ ക്യാരി ചെയ്യുന്നതിന്റെ ഒരു പ്രത്യേക ദൈവകൃപയുടെ മർമ്മം ഈ ദിവസങ്ങളിൽ ഇവിടെ ഇരുത്തി കർത്താവ് ഡിസൈൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അത് പ്രാപിക്കട്ടെ എന്ന് പരിശുദ്ധാത്മാവ് ആലോചന പറയുക. കർത്താവിന്റെ ദാസനെ ഉദാഹരണം വെച്ച് പറഞ്ഞതുകൊണ്ട് എന്നോട് പിണങ്ങല്ലേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ജനത്തിന് വേണ്ടി വല്ല കണ്ണുകളും അടയ്ക്കാം. പരിശുദ്ധ പിതാവേ, പുത്രന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ആദ്യമായിട്ടാണ് ഈ കൂട്ടായ്മയിൽ വന്നതെങ്കിലും ഈ കൂട്ടായ്മയെ അനുഗ്രഹിക്കുന്നു. ഇവർ ഡിവൈനായ ചില ഹോംവർക്കുകൾ ചെയ്യട്ടെ. പിശാച് പലരുടെ തല കുനിക്കുമ്പോൾ ദൈവം ഇവിടെ തലയെ ഉയർത്തിപ്പിക്കാൻ ആഗ്രഹിക്കുന്നതിനായി സ്തോത്രം. ഇവിടെ തല ഉയർത്തുന്ന ഒരു ദൈവത്തിന്റെ കാര്യം വരും ദിവസങ്ങളിൽ വെളിപ്പെടുത്താൻ പോകുന്നതിനായി സ്തോത്രം. അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ.